നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ ഹൃദയത്തെ ചേർത്ത് വയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഹൃദയത്തിൻ്റെ ഇമ്പോർട്ടൻസും മനസ്സിലാവും. നമ്മൾ രണ്ടുപേർ തമ്മിലുള്ള അടുപ്പം പറയുകയാണെങ്കിൽ അതിൽ ഹൃദയം വരുന്നു. ഒരു മുഹബ്ബത്ത് പറയുകയാണെങ്കിൽ അതിൽ ഹൃദയം വരുന്നു. ഒരു സ്നേഹം പറയുകയാണെങ്കിൽ ഹൃദയം വരുന്നു. ഒരു കെയർ പറയുകയാണെങ്കിൽ അതിൽ ഹൃദയം വരുന്നു. നമ്മുടെ എമോഷൻസ് പറയുകയാണെങ്കിൽ നമ്മൾ ഹൃദയം വരുന്നു. ഒരാളുടെ സ്വഭാവം പറയുകയാണെങ്കിലും ചിലപ്പം ഹൃദയം വരും. അതിൽ കഠിന ഹൃദയനാണ്, അല്ലെങ്കിൽ ലോല ഹൃദയനാണ്, സോഫ്റ്റ് ഹാർട്ടഡ് പേഴ്സൺ എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പം ഹൃദയം സാധാരണ മറ്റ് അവയവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ആക്ച്വലി ഒരു അവയവം മാത്രമല്ല, അതിന് ഒരുപാട് തലങ്ങളുണ്ട്. നമ്മൾ വിശ്വസിക്കുന്ന വേദഗ്രന്ഥമായ ഖുർആനിൽ തന്നെ ഏകദേശം ഒരു 180ഓളം സ്ഥലത്ത് ഹൃദയത്തെ പറ്റി പറഞ്ഞിട്ടുണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എനിക്ക് തോന്നുന്നില്ല വേറെ ഏതെങ്കിലും അവയവത്തെപ്പറ്റി അത്ര അധികം സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടായിരിക്കുമെന്നുള്ളത്. ഒരു മനുഷ്യൻ്റെ ഹൃദയം അവൻ്റെ സ്വഭാവം മോശമാകുന്നപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമായി തീരുന്നു. നമ്മൾ മലയാളത്തിലും പറയുന്നതാണല്ലോ കഠിന ഹൃദയൻ അല്ലെങ്കിൽ ലോല ഹൃദയൻ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഈ ഒരു ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഹൃദയം നമ്മുടെ ജീവിതത്തിൽ ജസ്റ്റ് നമ്മുടെ ശരീരത്തിലൊരു അവയവം മാത്രമല്ല, നമ്മുടെ എമോഷനും നമ്മുടെ മറ്റ് പല കാര്യങ്ങളുമായിട്ട് ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു അവയവം കൂടിയാണ്. ഏതായാലും ആദ്യമായി നമ്മുടെ കെയർ ഹോമിൻ്റെ ഭാരവാഹികൾ ഇത്തരം ഒരു പരിപാടികൾ ഇവിടെ സംഘടിപ്പിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഈ വാരമായിരുന്നു, കഴിഞ്ഞ 29-ാം തീയതിയായിരുന്നു ലോക ഹൃദയ ദിനം ലോകമൊട്ടാകെ ആചരിച്ചത്. ഈ ലോക ഹൃദയ ദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 29-ന് ഞങ്ങൾ ആചരിക്കാറുണ്ട്. അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ ഹൃദ്രോഗത്തെക്കുറിച്ച് പബ്ലിക്കിനൊരു അവയർനെസ് കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ്. നമുക്കറിയാം, നേരത്തെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞതുപോലെ, ഇന്ന് ലോകത്ത് മനുഷ്യർ മരിക്കുന്നതിൻ്റെ കാരണത്തിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്ന ഹൃദ്രോഗമാണ്. നമുക്കറിയാം പല രോഗങ്ങളുണ്ട്. അത് ഹൃദ്രോഗം, പിന്നെ അത് കഴിഞ്ഞാൽ ക്യാൻസർ, പിന്നെ കിഡ്നി, അതേപോലെ പല പല രോഗങ്ങൾ, സ്ട്രോക്ക്, ഇങ്ങനെയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഹൃദ്രോഗമാണ്. അതുകൊണ്ട് തന്നെ ഈ ഹൃദ്രോഗം നമുക്കറിയാം പണ്ടത്തെ പോലെയല്ല. പണ്ട് ചികിത്സയൊക്കെ നമുക്ക് വളരെ കുറഞ്ഞ ചിലവിൽ നടന്നിരുന്നു. ഇന്ന് ഒരു ഹെൽത്ത് കെയർ ഒക്കെ ഒരു കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതോടുകൂടി തന്നെ മാത്രമല്ല, ഈവൻ അതർവൈസ് അതൊരു എക്സ്പെൻസീവാണ്. ഈവൻ ഒരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോലും ഒരു ചികിത്സ നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിന്, രോഗികൾക്കത് സൗജന്യമായി നടക്കുന്നുണ്ടെങ്കിലും ഗവൺമെൻറ്റിന് ഭീമമായ ചിലവാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ ഈ വർദ്ധിച്ചു വരുന്ന ഈ രോഗവും, ഒരു ഭാഗത്ത് ഹൃദ്രോഗം വർദ്ധിച്ചു വരുന്നു, മറ്റൊരു ഭാഗത്ത് ഇതിനെ ചികിത്സിക്കാനുള്ള സാമ്പത്തികമായിട്ടുള്ള ആവശ്യം അത് വ്യക്തിപരമായി നമ്മൾ നൽകുകയോ അല്ലെങ്കിൽ ഇൻഷുറൻസ് നൽകുകയോ അല്ലെങ്കിൽ ഗവൺമെൻറ് നൽകുകയോ വേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ ലോകമൊട്ടുക്കും ഇത് ഏറ്റവും വലിയൊരു സാമ്പത്തിക ബാധ്യത വരുന്ന ഒരു പ്രശ്നമായി കണ്ടതുകൊണ്ട് വേൾഡ് ഹാർട്ട് ഫെഡറേഷനും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും ചേർന്നിട്ടാണ് നമ്മളൊരു ലോക ഹൃദയ ദിനം ആചരിക്കണമെന്ന് 2000 ആണ്ട് മുതൽ അതങ്ങനെ ഒരു തീരുമാനമെടുത്തത്. അപ്പോൾ ഈ 2000 ആണ്ട് ആ സമയത്താണ് ഈ ഹൃദ്രോഗം ഇങ്ങനെ വർദ്ധിച്ച് വരുന്നത്. പണ്ടൊക്കെ നമുക്കറിയാം ഹൃദ്രോഗം, ഹാർട്ട് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ വിദേശീയരുടെ, ഞാനൊക്കെ MBBS പഠിക്കുന്ന കാലത്ത് ഈ ഹൃദ്രോഗം, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷനൊക്കെ പാശ്ചാത്യരുടെ രോഗം എന്നാണ് പറയുക. എന്ന് വെച്ചാൽ അതൊക്കെ ഡെവലപ്ഡ് കൺട്രീസിൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഉള്ള രോഗമായിരുന്നു. നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. പക്ഷേ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങളായ പ്രമേഹവും ഹൃദ്രോഗവും ഒക്കെ ഏറ്റവും കൂടുതലുള്ള ഇന്ന് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അഥവാ തലസ്ഥാന എന്ന് പറയുന്ന രാജ്യമായി ഇന്ത്യ മാറിയിരിക്കുകയാണ്. അപ്പോൾ അത്ര വലിയ ഒരു ആരോഗ്യ പ്രശ്നമായി ഇത് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്താണ് നമ്മൾ ലോകാരോഗ്യ സംഘടനയുടെയും അതേപോലെ തന്നെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ്റെയും നേതൃത്വത്തിൽ നമ്മൾ ഒരു ലോക ഹൃദയ ദിനം ആചരിക്കണമെന്നുള്ളതും, സാധാരണ പബ്ലിക്കിനോട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇത് വലിയ ചിലവുള്ള ചികിത്സാ രീതിയുള്ള രോഗമായതുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ ഏറ്റവും നല്ലത് പ്രിവെൻഷനാണ്. ദ മോസ്റ്റ് എക്കണോമിക്കൽ വേ ഓഫ് ട്രീറ്റിംഗ് ദിസ് ഡിസീസ് ഇസ് പ്രിവെൻഷൻ എന്ന് പറയും. നമുക്ക് ഏറ്റവും സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ ഒരൊറ്റ മാർഗം ഈ രോഗത്തെ നമ്മൾ വരാതിരുന്ന് നോക്കുക എന്നുള്ള ഒരു പ്രമേയത്തിൽ ഊന്നിക്കൊണ്ടാണ് എല്ലാ വർഷവും ഞങ്ങൾ സെപ്റ്റംബർ 29-ാം തീയതി ലോക ഹൃദയ ദിനമായി ആചരിക്കുന്നത്. ഞാൻ ഇന്നത്തെ ഈ ടോക്കിൽ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് പലർക്കും പല സംശയങ്ങളൊക്കെ ഉണ്ടാവും. അതിനുള്ള ഒരു ഉത്തരം നല്ല രീതിയിൽ അങ്ങനെ അവസാനത്തിലേക്ക് ആക്കാം. പക്ഷെ അതിൻ്റെ മുമ്പായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഹൃദയം എന്താണ് എന്നും അതിൻ്റെ ജോലി എന്താണ് എന്നുള്ളതും, ഹൃദയത്തിൽ സാധാരണ നമ്മൾ കണ്ടുവരുന്ന രോഗങ്ങൾ എന്താണ് എന്നുള്ളതും, അതിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ചികിത്സാ രീതികൾ
എന്തൊക്കെയെന്നാണ് ഞാൻ ആദ്യം ഈ സ്ലൈഡ്സിൽ കൂടി നിങ്ങൾക്ക് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കുറേ നമ്മളിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞാൽ അതൊരു ബോറടി ആയിരിക്കും. നേരെ മറിച്ച് നമ്മൾ സ്ലൈഡ്സിൽ അത് നന്നായി കാണുകയാണെങ്കിൽ കുറച്ചും കൂടി മനസ്സിലാകുമെന്നുള്ള രീതിയിലാണ് ഈ സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. പുറകിലുള്ളവർക്ക് എത്രത്തോളം കാണുമെന്ന് എനിക്കറിയില്ല സ്ക്രീനിൽ, പക്ഷെ എന്നാലും നമുക്ക് ശ്രമിക്കാം. നിങ്ങളിതിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരാളുടെ ഹൃദയം എന്ന് കാണുന്നുണ്ടോ? ഓക്കെ, നമ്മുടെ ഒരാളുടെ ഹൃദയം എന്ന് പറയുന്ന ഒരാളുടെ ഒരു കൈക്കുമ്പിളിൻ്റെ സൈസാണ്. നമ്മുടെ ഫിസ്റ്റ്, ഹ്യൂമൻ ഹാർട്ട് ഈസ് ഈക്വൽ ടു ഹിസ് ഓൺ ഫിസ്റ്റ്. നല്ല വലിയ തടിയുള്ള ആളാണെങ്കിൽ അയാളുടെ കൈയും വലുതാണെങ്കിൽ അയാളുടെ ഹൃദയവും വലുതായിരിക്കും. ചെറിയ ഒരാളുടെ ആണെങ്കിൽ അയാളുടെ കൈയിൻ്റെ സൈസായിരിക്കും. ഏകദേശം ഒരു 350 ഗ്രാമാണ് നമ്മുടെ ഒരു ഹൃദയത്തിൻ്റെ ഒരു തൂക്കം എന്ന് പറയുന്നത്. ഇനി ഹൃദയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് ഈ ചിത്രത്തിൽ മനസ്സിലാക്കാം. നമ്മുടെ ഈ നെഞ്ഞെല്ലിൻ്റെ പുറകിൽ, വാരിയെല്ലിൻ്റെ അല്പം ഇടത്തോട്ടായിട്ട് നെഞ്ഞെല്ലിൻ്റെ പുറകിൽ വാരിയെല്ല് കൊണ്ട് പ്രൊട്ടക്റ്റ് ചെയ്തിരിക്കുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുമ്പോൾ ആക്ച്വലി ഓരോരോ അവയവത്തിനുമുള്ള ഇമ്പോർട്ടൻസ് അനുസരിച്ചാണ് അതിനെ സൃഷ്ടിച്ചിരിക്കുന്നത്. ആക്ച്വലി പടച്ചവൻ നമ്മുടെ ശരീരം സൃഷ്ടിച്ചതിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് മണിക്കൂറുകളോളം അതിൻ്റെ അത്ഭുതങ്ങളും ഇതൊക്കെ നമുക്ക് പറയാൻ പറ്റും. ഞാൻ ഇതിനെ മാത്രം പറയുന്നുള്ളൂ. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഒരിക്കലും നമ്മുടെ ശരീരത്തിൽ ഡാമേജ് വന്നു കഴിഞ്ഞാൽ റീജനറേറ്റ് ആവാത്ത ഒരു അവയവം, ഒരു ഡാമേജ് പറ്റിയാൽ ഒരു നുരുമ്പ് പോലും അത് രണ്ടാമത് ഉണ്ടാവില്ല. അത് നമ്മുടെ ബ്രെയിനാണ്, നമ്മുടെ ബ്രെയിൻ. അതുകൊണ്ടാണ് ബ്രെയിനിന് ഏറ്റവും പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള സ്കള്ളിൽ, നമ്മുടെ ഈ എല്ലിൽ തലയോട്ടിയുടെ അകത്ത് സംവിധാനിച്ചിട്ടുള്ളത്. കാരണം അതിനെന്തെങ്കിലും ഒന്ന് പറ്റിക്കഴിഞ്ഞാൽ ഒരു ന്യൂറോൺ, ഒരു നെർവ് സെല്ല് ഡെത്ത് ആയി കഴിഞ്ഞാൽ അതൊരിക്കലും റീജനറേറ്റ് ആവില്ല. നേരെ മറിച്ച് ഒരു ഹൃദയത്തിൻ്റെതാണെങ്കിൽ അതിന് കുറേയൊക്കെ ഇത് റീജനറേറ്റ് ആവാനും ഇത് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിനേക്കാളും കുറച്ചും കൂടി പ്രൊട്ടക്ഷൻ കുറഞ്ഞ് നമ്മുടെ നെല്ലിൻ്റെ ബാക്കിൽ വെച്ചത്. നേരെ മറിച്ച് അതൊരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള വയറ് പോലത്തെ സ്ഥലത്തായിരുന്നു അതിനെ വെച്ചിരുന്നുവെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും ഒരു അപകടം പറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും പറ്റിപ്പോവും. നേരെ മറിച്ച് വയറിലുള്ള കുടലിനോ മറ്റോ ഒക്കെ എന്തെങ്കിലും ചെറുതായിട്ട് അപകടം പറ്റുകയോ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ കുടലിൻ്റെ പകുതിയോളം നമുക്ക് ഒഴിവാക്കിയാലും അയാൾക്ക് ജീവിക്കാൻ പറ്റും. അതേപോലെയാണ് ഇപ്പോൾ നമ്മുടെ ഒരു കണ്ണ്, നമുക്കറിയാം അതിൻ്റെ ഇമ്പോർട്ടൻസ്. പലപ്പോഴും എന്തെങ്കിലും ആക്സിഡൻസ് ഉണ്ടാകുമ്പോൾ നമുക്കറിയാം, അയ്യോ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. കാരണം കണ്ണിൻ്റെ ഇപ്പുറത്ത് തട്ടി, ഇവിടെ തട്ടി, അവിടെ തട്ടി എന്ന് പറയും. കണ്ണിലേക്ക് തട്ടുന്നത് വളരെ അപൂർവമാണ്. കാരണം ആ കണ്ണിനെ അങ്ങനെയാണ് സംവിധാനിച്ചിട്ടുള്ളത്. കാരണം കണ്ണിൻ്റെ കോർണിയക്ക് ഒരു ഡാമേജ് പറ്റിക്കഴിഞ്ഞാൽ അത് പെർമനൻറ്റ് ഡാമേജ് ആണ്, ഒരിക്കലും റീജനറേറ്റ് ചെയ്യില്ല. അത് പിന്നീട് മറ്റൊരു കാര്യം, ഇതിന് ഈ നെഞ്ഞെല്ലിൻ്റെ ബാക്കിൽ സംവിധാനിച്ചിട്ട് അതിനെ ഒരു കവറിൻ്റെ അകത്താണ് വെച്ചിരിക്കുന്നത്, ഒരു ബാഗിൻ്റെ അകത്താണ്. അതിന് പെരിക്കാർഡിയം എന്ന് ഞങ്ങൾ പറയും. ഈ ബാഗിൻ്റെ അകത്ത് അല്പം കുഷ്യന് വേണ്ടിയിട്ട് കുറച്ച് ഫ്ലൂയിഡും ഉണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലുള്ള ഒരു ഡൈനാമിക് ആയിട്ടുള്ള അവയവമാണ് ഹൃദയം. അപ്പോൾ അതുകൊണ്ട് ഇത് 24 മണിക്കൂറും ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണല്ലോ. അപ്പോൾ ഒരു സാധനം ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഫ്രിക്ഷൻ കാരണം അതിന് ഡാമേജ് വരാൻ സാധ്യതയുള്ളത് കൊണ്ട് അതിന് ഒരു ഫ്ലൂയിഡിലാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ എൻജിനിലൊക്കെ എൻജിൻ ഓയിൽ ഉണ്ടാവുമല്ലോ, അതിൻ്റെ എൻജിൻ വർക്ക് ചെയ്യുമ്പം ഇതിന് തേയ്മാനം വരാതിരിക്കാനും വേണ്ടിയിട്ടാണ് അതിന് ഓയിൽ ഉള്ളത്. അതേപോലെ ഹൃദയത്തെ ഒരു കവറിങ്, ഒരു ബാഗിൻ്റെ അകത്ത് ഫ്ലൂയിഡിലാണ് അതിനെ സംവിധാനിച്ചിട്ടുള്ളത്. പിന്നെ ഹൃദയം ഒരു പാർട്ട്ണർ ഉണ്ട്. എന്ന് വെച്ചാൽ ഹൃദയം എപ്പോഴും ശ്വാസകോശവുമായിട്ട് പാർട്ട്ണർ ചെയ്തിട്ടാണ് സാധാരണ ഹൃദയം ഇടിക്കുന്നത്. അതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഹൃദയവും നമ്മുടെ നെഞ്ഞിൽ 2 അവയവം മാത്രമാണുള്ളത്, ഒന്ന് ഹൃദയം, 2 ശ്വാസകോശങ്ങൾ. അപ്പോൾ ശ്വാസകോശത്തിൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ ശുദ്ധീകരിക്കുക, ഓക്സിജൻ നമ്മുടെ ശരീരത്തിലേക്ക് തരുന്ന. ഇപ്പോൾ ഹൃദയത്തിൻ്റെ വലത് ഭാഗം പമ്പ് ചെയ്ത് നമ്മുടെ ശ്വാസകോശത്തിലേക്ക് എത്തിക്കുകയും എന്നിട്ട് അതിനെ ശുദ്ധീകരിച്ചുകൊണ്ട് അത് വീണ്ടും ഇടത് ഭാഗത്തേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് തൊട്ടടുത്താണ് ഈ 2 അവയവങ്ങളെയും സംവിധാനിച്ചിട്ടുള്ളത്. അതിൻ്റെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണത്. ഇനി ഒരു അത്ഭുതകരമായി, ഇപ്പോൾ എല്ലാ അവയവങ്ങൾക്കും പ്രത്യേകത ഉണ്ട്. ഞാനൊരു കാർഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് ഹൃദയത്തിൻ്റെ പ്രത്യേകത കൂടുതൽ പറയുന്നു എന്ന് മാത്രം. പക്ഷേ എങ്കിലും മറ്റ് അവയവങ്ങളിൽ നിന്ന് ഞാൻ പറഞ്ഞ പോലെ വ്യത്യസ്തമാണ് ഹൃദയം. നിങ്ങളിത് നോക്കൂ, നമ്മുടെ ഒരു ഹൃദയം എന്ന് വെച്ചാൽ ഏകദേശം ഒരു 72 പ്രാവശ്യം ഒരു മിനിറ്റിൽ ഇടിക്കും. 72 പ്രാവശ്യം. നമ്മൾ പൾസ് പറയുമ്പോൾ ഒരു 60 ആണ്, 80 ആണ്, 100 ആണെന്നൊക്കെ പറയുമല്ലോ. ഒരു ആവറേജ് ഒരാളുടെ പൾസ് എന്ന് പറയുന്നത് ഏകദേശം 72 പ്രാവശ്യമാണ്. അപ്പോൾ ഒരു മിനിറ്റിൽ 72 പ്രാവശ്യം ഇടിക്കുമ്പോൾ ഏകദേശം നമുക്ക് ഒരു മണിക്കൂറിൽ 72 × 60 ആകുമ്പോൾ ഒരു മണിക്കൂറിൽ 4320 പ്രാവശ്യം ഇടിക്കും. അപ്പോൾ 4320 പ്രാവശ്യം ഒരു മണിക്കൂറിലാണെങ്കിൽ 24 മണിക്കൂറിൽ നിങ്ങൾ അവിടെ നോക്കുകയാണെങ്കിൽ 4320 × 24 ഏകദേശം 1,00,000 സംതിങ്. അറൗണ്ട് ഞങ്ങൾ റഫായിട്ട്
ഒരു ഹൃദയം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഒരു ദിവസത്തിൽ 100,000 പ്രാവശ്യം മിടിക്കണം. അത് മിടിക്കുമ്പോൾ ഏകദേശം 7500 ലിറ്റർ ബ്ലഡാണ് ഇത് പമ്പ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം 7500 ലിറ്റർ ബ്ലഡ് പമ്പ് ചെയ്യുന്നത് നമുക്കെന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇത് വെറും 350 ഗ്രാം മാത്രം സൈസുള്ള ഒരു മോട്ടറാണിത്. പക്ഷേ അതൊരിക്കലും നിലയ്ക്കാതെ നമ്മൾ ഗർഭസ്ഥ ശിശുവായിരിക്കുന്ന കാലത്ത് വെറും 28ാമത്തെ ദിവസം നമ്മുടെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ വെറും 28 ദിവസം മാത്രം പ്രായമാകുന്ന സമയത്ത് ആ ഭ്രൂണത്തെ, ആ കുഞ്ഞിനെ നമ്മൾ നോക്കിയാൽ കണ്ണുകൊണ്ട് കാണാൻ വളരെ പ്രയാസമുള്ള അത്ര ചെറിയ മില്ലിമീറ്റർ മാത്രം സൈസുള്ള ഭ്രൂണമാകുന്ന സമയത്ത് അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ ഒരു കുത്തുപോലെ അത് മിടിക്കാൻ തുടങ്ങും. ആ 28ാമത്തെ ദിവസം മിടിക്കാൻ തുടങ്ങിയ ആ മിടിപ്പ് ആ കുട്ടി വലുതാകുമ്പോഴൊക്കെ മിടിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ പ്രസവിക്കുമ്പോഴും മിടിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവസാനം നമ്മുടെ മരണത്തോടു കൂടി മാത്രം നിൽക്കുന്ന ഒരു പ്രത്യേകത ഈ അവയവത്തിനുണ്ട്. നമ്മുടെ ശരീരത്തിലെ മറ്റേത് അവയവം എടുക്കുകയാണെങ്കിലും അതൊരു പാർഷ്യൽ റെസ്റ്റ് എടുക്കും, ചിലവർ കംപ്ലീറ്റ് റെസ്റ്റ് എടുക്കും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മൾ നോമ്പെടുക്കുകയാണെങ്കിൽ നമ്മുടെ വയറിനൊന്നും പ്രത്യേകിച്ച് ജോലിയൊന്നുമില്ല, വയറും കുടലൊക്കെ നല്ല ഫുൾ റിലാക്സ്ഡ് ആയിട്ട് റെസ്റ്റേ എടുക്കുന്നില്ല. നേരെ മറിച്ച് നമ്മുടെ ബ്രെയിൻ എടുക്കുകയാണെങ്കിൽ വളരെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സൂപ്പർ കമ്പ്യൂട്ടറാണ്. പക്ഷേ എങ്കിലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് അത് പാർഷ്യലി മോഡൊന്ന് ഷട്ട് ചെയ്യും. ഇപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറൊക്കെ നമ്മൾ സ്ലീപ്പ് മോഡിലേക്ക് പോകുന്ന പോലെ നമ്മുടെ ബ്രെയിൻ, നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് റെസ്റ്റ് ഉണ്ട്. അങ്ങനെ അതുപോലെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവത്തിനും റെസ്റ്റ് എടുക്കാൻ പറ്റും. പക്ഷേ നമ്മുടെ ഹാർട്ട് 3 സെക്കൻഡിലധികം റെസ്റ്റ് എടുത്താൽ നമ്മൾ ബോധം കെട്ട് വീഴും. 3 മിനിറ്റിലധികം റെസ്റ്റ് എടുത്താൽ അത് മരണം ഡിക്ലെയർ ചെയ്യും. അപ്പോൾ അത്ര അത്ഭുതകരമായ ഈ ഒരു അവയവം നിങ്ങൾ നോക്കൂ, ഏകദേശം 7500 ലിറ്ററാണ് ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്. നമ്മുടെ ഓരോരുത്തരെയും വീട്ടിൽ നിന്നുള്ള കിണറ്റുന്ന വെള്ളം ഒരു പക്ഷേ ഇന്നത്തെ ഒരു അണുകുടുംബത്തിന് 1500 ലിറ്റർ മതി. നമ്മുടെ വീട്ടിലെ മോട്ടർ പമ്പ് ചെയ്യുന്നതിൻ്റെ 5-6 ഇരട്ടിയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയം ഒരു ദിവസം പമ്പ് ചെയ്യുന്നത്. അത് നമ്മളൊരാളുടെ ഒരു വർഷത്തേക്ക് നമ്മൾ കൂട്ടുകയാണെങ്കിൽ ഏകദേശം അതിനെ 365 കൊണ്ട് ഗുണിച്ചാൽ മതി. ഞാൻ പണ്ട് മെഡിസിൻ പഠിക്കുന്നതിന് മുമ്പ് മാത്സ് ഒക്കെ പഠിച്ചിരുന്നു. ഇപ്പോൾ കുറേ കാലമായിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ, മെഡിസിനിൽ മാത്സ് അത്ര ഇല്ലാത്തതുകൊണ്ട് മാത്സ് എനിക്ക് അത്ര വശമില്ല. അപ്പോൾ ഏകദേശം ഒരു 70 വയസ്സ് വരെ ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ആ ഒരു സംഖ്യ അത് വായിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. അത്ര പ്രാവശ്യം നമ്മുടെ ഒരു ഹൃദയം ഈ ഗർഭസ്ഥ ശിശുവായ സമയത്ത് തുടങ്ങി നമ്മുടെ മരണം വരെ ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു അത്ഭുതകരമായ ഒരവസ്ഥയാണ്. കാരണം ഒരു 3 സെക്കൻഡ് പോലും നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇത്. ഞാൻ ഈ ഹൃദയത്തെക്കുറിച്ച് നിങ്ങൾക്കൊരു ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി പറഞ്ഞു മാത്രം. ഇനി മറ്റൊരു അത്ഭുതം, ഞാൻ ആക്ച്വലി ഖുർആനിൽ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ നോക്കൂ, അപ്പോൾ ദൈവം, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് എന്ന് വിശ്വാസമാവാൻ വേണ്ടിയിട്ട് പലതും പറഞ്ഞതിൽ ഒന്ന് പറഞ്ഞതാണ് നിങ്ങൾ പ്രകൃതിയിലേക്ക് ഒരൊറ്റ ആയത്തിൽ തന്നെ ഇത് രണ്ടും കൂടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രകൃതിയിലേക്ക് നോക്കും, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ, പകൽ വരുന്നു രാത്രി വരുന്നു, ഇതെങ്ങനെ വരുന്നു? അതുപോലെ കാലങ്ങൾ മാറുന്നു, സൂര്യൻ കിഴക്കുദിക്കുന്നു, പടിഞ്ഞാറ് അസ്തമിക്കുന്നു, ഈ നക്ഷത്രങ്ങളെയും ഈ പ്രപഞ്ചങ്ങളെയും മുഴുവൻ ഞാൻ പരിപാലിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എന്നെ ആക്ച്വലി ഒരു സയൻസ് പഠിക്കുമ്പോൾ എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ 2 കാര്യമാണ്. ഒന്ന്, ഈ പ്രകൃതിയിലേക്കുള്ള നോട്ടം. നമ്മൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ഈ കാലാവസ്ഥ ചുറ്റും നമ്മുടെ ഈ ഭൂമി ഇങ്ങനെ സൂര്യന് ചുറ്റും ചുറ്റുകയാണല്ലോ. അത് 365 ദിവസവും ഇത്ര മിനിറ്റ് ഇത്ര മണിക്കൂർ കഴിയുമ്പോൾ ആദ്യം ചുറ്റി അതേ സ്ഥലത്ത് തിരിച്ചെത്തുകയാണ്. അത് ഒരു ദിവസവും ഓവർ സ്പീഡിലോ അണ്ടർ സ്പീഡിലോ പോവുകയില്ല. ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ 100 വർഷം ചിലപ്പോൾ ഈ ഭൂമി ചുറ്റി കഴിയുമ്പോൾ ചിലപ്പോൾ 2 സെക്കൻഡിനോ 3 സെക്കൻഡിനോ എന്തൊക്കെ വ്യത്യാസമുണ്ടോ, ഭൂമി ചെറുതായിട്ട് ഇങ്ങോട്ടും ചെരിയുന്നുണ്ടോ എന്നൊക്കെ ഒരു സംശയം 100 വർഷം ചുറ്റുമ്പോൾ. അപ്പോൾ എത്ര പെർഫെക്ഷൻ ആയിട്ടാണ് അത് ചുറ്റുന്നത്. ഈ ഭൂമി ചുറ്റുന്നത് തന്നെ മറ്റൊരു അത്ഭുതം എന്താണെന്ന് വെച്ചാൽ മറ്റ് ഗോളങ്ങളെ പോലെയല്ല നമ്മുടെ ഭൂമി ചുറ്റുന്നത്. ഭൂമി സൂര്യന് ചുറ്റും ചുറ്റുന്ന സമയത്ത് അത് സ്വയം ചുറ്റുകൂടി ചെയ്യുന്നുണ്ട്. അത് സ്വയം ചുറ്റുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മളിതിപ്പോൾ സ്വയം ചുറ്റിയിട്ടില്ലെങ്കിൽ, ഇപ്പോൾ സൂര്യൻ ഇവിടെയാണ്, എൻ്റെ മൈക്കാണ് സൂര്യൻ എന്നുണ്ടെങ്കിൽ, ഇതാണ് ഭൂമി എന്നുണ്ടെങ്കിൽ, ഇതിങ്ങനെ ചുറ്റിക്കഴിഞ്ഞാൽ എന്താവും? ഈ ഭാഗം മുഴുവനും എന്നും പകലുമാകും, മറ്റേ ഭാഗം മുഴുവനും എന്നും രാത്രിയുമാകും. അപ്പോൾ ഈ ഭാഗം മുഴുവനും സൂര്യൻ്റെ താപം കൊണ്ട് കരിഞ്ഞ് ചാമ്പലായി പോകും, മറ്റേ ഭാഗം മുഴുവനും തണുത്തുറച്ച ഐസുമാകും. അപ്പോൾ പ്രകൃതിയിൽ ആക്ച്വലി മനുഷ്യവാസം അല്ലെങ്കിൽ ജീവൻ ഉൾക്കൊള്ളുന്ന ഒരേ ഒരു ഗോളം നമ്മുടെ ഭൂമി ആയതുകൊണ്ട് പടച്ചവൻ അതിനെങ്ങനെ സംവിധാനിച്ചിരിക്കുന്നത്, അതിനെ സ്വയം ചുറ്റും. അതും കറക്റ്റ് 24 മണിക്കൂർ കഴിയുമ്പോൾ തിരിച്ച് അതേ സ്ഥലത്ത് എത്തണം, അല്ലെങ്കിൽ ഈ ബാലൻസ് ഒക്കെ തെറ്റിപ്പോവും. എന്നിട്ട് അത് സ്വയം ചുറ്റുകയും അതോടൊപ്പം ഭൂമിയെ തിരിച്ച് 365 ദിവസം കഴിയുമ്പോൾ അതേ പൊസിഷനിലേക്ക് എത്തുകയും ചെയ്യും. അതെന്തൊരു രസകരമാണ്. ഈ 2 കാര്യം കൂടിയും അള്ളാഹു ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നോക്കുന്നില്ലേ, പ്രകൃതിയിലേക്ക് നോക്കുന്നില്ലേ, നിങ്ങൾ ഗോളത്തിലേക്ക് നോക്കുന്നില്ലേ, രാവിലെ വരുന്നത് നോക്കുന്നില്ലേ, വൈകുന്നേരമാകുന്നത് നോക്കുന്നില്ലേ, അതൊക്കെ ഇതിലുണ്ട് ശരിക്കും.
അതേപോലെയാണ് നമ്മുടെ ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും രസകരമായി എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യം ഞാൻ പറയുന്നത്. ഞാനൊരു മെഡിസിൻ വിദ്യാർത്ഥിയാകുമ്പോൾ ഞാനിങ്ങനെ ആലോചിച്ചിട്ട് അത്ഭുതം തോന്നുന്ന ഒരു സംഭവമാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം എല്ലാവർക്കും ഒരു 5 ലിറ്റർ ബ്ലഡാണുള്ളത്. ഒരാളുടെ ഒരു അഡൽട്ടായിട്ടുള്ള ഒരാളുടെ ശരീരത്തിൽ 5 ലിറ്റർ ബ്ലഡാണുള്ളത്. നമ്മുടെ ശരീരത്തിന് 1 മിനിറ്റിന് 5 ലിറ്റർ ബ്ലഡ് വേണം. എന്ന് വെച്ചാൽ ഈ കോടാനുകോടി കോശങ്ങളിലേക്ക് ഈ ഓക്സിജൻ നമ്മൾ ശ്വാസകോശത്തിൽ പോയി എടുക്കുകയും അതിനെ തിരിച്ച് ഫിൽട്ടർ ചെയ്ത് നന്നാക്കിയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കോശങ്ങളിലേക്കും എത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കോശങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സമയത്ത് നമുക്ക് 5 ലിറ്റർ ബ്ലഡ് ഉണ്ടെങ്കിൽ ഈ ഒരു പ്രോസസ്സ് നടക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ 1 മിനിറ്റിനുള്ള ബ്ലഡ് മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ നമുക്ക് എന്ത് വേണം? ഈ 1 മിനിറ്റ് കൊണ്ട് തന്നെ ഈ ബ്ലഡ് ചുറ്റി തിരിച്ചു വരണം. എത്രയോ കിലോമീറ്റർ കണക്കിലുള്ള കാപ്പിലറീസ്, ആർട്ടറീസ്, വലിയ വലിയ കുഴലുകൾ, ചെറിയ ചെറിയ കുഴലാഴി അവസാനം ഓരോരോ കോശങ്ങൾക്കും ഓക്സിജനും ഭക്ഷണവും ഒക്കെ കൊടുത്ത് തിരിച്ച് റിട്ടേൺ ആയിട്ട് നമ്മുടെ ഹാർട്ടിലേക്ക് 1 മിനിറ്റ് കൊണ്ട് എത്തണം. അതല്ലാതെ ഇതിനെ സംവിധാനിക്കുന്ന സമയത്ത് ഒരു പക്ഷേ കുഴപ്പമില്ല, നമുക്ക് 1 മണിക്കൂറിനുള്ള ബ്ലഡ് നമ്മുടെ ശരീരത്തിൽ സംവിധാനിച്ചിരുന്നെങ്കിൽ എളുപ്പമാവുമായിരുന്നല്ലോ. ഈ പ്രോസസ്സ് ഇത്ര സ്പീഡിൽ നടക്കണ്ട. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ മനുഷ്യനെ സൃഷ്ടിക്കുന്ന സമയത്ത് ഓരോരുത്തരുടെ ബാക്കിലും 7500 ലിറ്ററിൻ്റെ ഒരു ടാങ്കും കൂടി ഫിറ്റ് ചെയ്യേണ്ടി വരുമായിരുന്നു. അപ്പം അതൊന്നും ഫിറ്റ് ചെയ്യാതെ മനുഷ്യനെ എത്ര മനോഹരമായ രീതിയിൽ സൃഷ്ടിച്ച ദൈവത്തിൻ്റെ സൃഷ്ടി വൈഭവമാണ് നമുക്ക് അതിൽ കൂടി മനസ്സിലാകുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ വാൽവിൻ്റെ പ്രവർത്തനം, ഹാർട്ടിൻ്റെ അകത്തുള്ള വാൽവിൻ്റെ പ്രവർത്തനമാണ്. ഞാൻ അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം. അതൊക്കെ ഭയങ്കര രസമാണ്, പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. നമ്മുടെ ഹാർട്ടിൻ്റെ ഒരു ബീറ്റ്, ഒരു ഹൃദയമിടിപ്പ് എന്ന് പറയുന്നത് 0.8 സെക്കൻഡാണ്. ഈ 0.8 സെക്കൻഡിൻ്റെ അകത്ത് ഒരുപാട് കാര്യങ്ങൾ കറക്റ്റായിട്ട് നടന്നെങ്കിലേ ഈ വാൽവ് ലീക്ക് ഒഴിവാവുള്ളൂ. അത് കറക്റ്റായിട്ട് അശുദ്ധരക്തം ശുദ്ധരക്തം അങ്ങോട്ടും ഇങ്ങോട്ടും മാറുകയുള്ളൂ. അതൊക്കെ പ്രോസസ്സ് നടക്കണമെങ്കിൽ ഒരുപാട് കോർഡിനേഷൻ ആവശ്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല. അതേപോലെ നേരത്തെ പറഞ്ഞ പോലെയാണ് നമ്മുടെ ബ്ലഡ് എങ്ങനെയാണ് പോകുന്നത്. ശ്വാസകോശത്തിലേക്ക് ശുദ്ധീകരിക്കാൻ പോകുന്നു. അവിടെ ശുദ്ധീകരിച്ചതിന് ശേഷം തിരിച്ച് നമ്മുടെ ഇടത് അറയിലേക്ക് വന്ന് ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അയക്കുന്നു. അപ്പോൾ ഇതാണ് ഒരു ഹൃദയത്തിനെ കുറിച്ച് ഏകദേശം എന്താണ് ഹൃദയം, എന്താണ് അതിൻ്റെ പ്രവൃത്തി എന്നുള്ളത്. ഇനി ഞാൻ പറയാൻ പോകുന്നത് ഹൃദയത്തിൻ്റെ രോഗങ്ങളെക്കുറിച്ചാണ്. ഞങ്ങൾ ആക്ച്വലി ഹൃദയത്തിൻ്റെ രോഗങ്ങൾ പറയുമ്പോൾ ഒരു 3 തരം അല്ലെങ്കിൽ 4 തരമായിട്ടാണ് തിരിക്കുക. ഒന്ന്, ജന്മനാലുള്ള ഹൃദയ വൈകല്യങ്ങൾ. രണ്ടാമത്, ഹാർട്ടിൻ്റെ വാൽവിനും മസിൽസിനൊക്കെ വരുന്ന രോഗങ്ങൾ. മൂന്നാമത്, കൊറോണറി ആർട്ടറി ഡിസീസ്. ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഹൃദ്രോഗം എന്താണെന്ന് വെച്ചാൽ കൊറോണറി ആർട്ടറി ഡിസീസ് അഥവാ ബ്ലോക്ക് അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസാണ് മൂന്നാമത്തേത്. അപ്പോൾ ജന്മലായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഹൃദയത്തിൽ ഓട്ടയുണ്ടായിരുന്നു അല്ലെങ്കിൽ 2 കുഴലുകൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. അപ്പോൾ അതിലേക്ക് ഞാൻ വിശദമായിട്ട് പോകുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ട് പറഞ്ഞു പോകാമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഇത് ഹൃദയത്തിൻ്റെ അകത്ത് നമുക്ക് ഈ ഹോൾസുകൾ കാണുന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു ജസ്റ്റ് ഒരു പിക്ചറാണിത്. പിന്നെ അടുത്തതായിട്ട് ഇപ്പോൾ ഈ ഹോൾസ് ഹൃദയത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ശുദ്ധരക്തവും അശുദ്ധരക്തവും അങ്ങോട്ടും ഇങ്ങോട്ടും മിക്സ് ആവും. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചില കുട്ടികൾക്ക് ജന്മനാൽ ഹൃദയ വൈകല്യമുള്ള കുട്ടികൾക്ക് നീല കളറായിരുന്നു എന്നൊക്കെ പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ശുദ്ധരക്തവും അശുദ്ധരക്തവും മിക്സ് ആകുന്നതുകൊണ്ടാണ്. ഇതൊക്കെ ഞാൻ കുറച്ച് ചില സ്ലൈഡ്സൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. അത് മെഡിക്കൽ സ്റ്റുഡൻസിനൊക്കെ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്ലൈഡ്സാണ്. ഇതിപ്പോൾ നമ്മുടെ ഹാർട്ടിൻ്റെ അകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 വാൽവുണ്ട്. ഈ വാൽവുകളുടെ കോർഡിനേഷനൊക്കെ ഭയങ്കര രസകരവും അത്ഭുതകരമായ സംഭവങ്ങളാണ്. ഇനി അടുത്തതായിട്ട് ഞാനൊക്കെ MBBS ഒക്കെ പഠിക്കുന്ന കാലത്ത് കുറേ 10-30 വർഷങ്ങൾക്ക് മുമ്പ് ആക്ച്വലി ഞങ്ങൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ഹൃദ്രോഗത്തെ 3ആയിട്ട് ഈക്വലായിട്ടായിരുന്നു പറഞ്ഞത്. 3-1 ജന്മനാലുള്ള ഹൃദ്രോഗം, 3-1 വാൽവ് കൊണ്ടുള്ള റുമാറ്റിക് ഹാർട്ട് ഡിസീസ് അഥവാ രക്തവാദം എന്നൊക്കെ നിങ്ങൾ പലരും പറഞ്ഞു കേട്ടിട്ടുണ്ടാവും, അതുകൊണ്ടുണ്ടാകുന്ന രോഗം. 3-1 കൊറോണറി ഹാർട്ട് ഡിസീസ് അഥവാ ഹാർട്ട് അറ്റാക്ക് ബ്ലോക്ക് രോഗങ്ങൾ. 30 വർഷം മുമ്പ് അങ്ങനെ ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അന്ന് ഇതൊക്കെ വെസ്റ്റേണേഴ്സിന് അല്ലെങ്കിൽ പാശ്ചാത്യർക്ക് മാത്രം ഉണ്ടായിരുന്ന രോഗമായിരുന്നു. നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. പക്ഷേ അതിൻ്റെ പിക്ചർ മാറി ഏകദേശം ഇന്നൊരു കാർഡിയോളജിസ്റ്റ് എന്നുള്ള രീതിയിൽ ഞങ്ങൾ നോക്കുന്ന രോഗത്തിൽ 90% ബ്ലോക്ക് റിലേറ്റഡ് രോഗമായി മാറി. മറ്റത് കുറഞ്ഞു. നമ്മുടെ ജീവിത നിലവാരം കൂടിയത് കൊണ്ടും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരവും നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണവും എല്ലാം കൂടിയത് കൊണ്ട് നമുക്ക് ഒരുപാട് വാൽവുലർ ഹാർട്ട് ഡിസീസിനെ കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ട്. കൺജന്റൽ ഹാർട്ട് ഡിസീസ് കുറവ് തന്നെയാണ്. പക്ഷേ ഈ കൊറോണറി ഹാർട്ട് ഡിസീസ് അഥവാ ഹാർട്ട് അറ്റാക്ക് അതല്ലെങ്കിൽ ബ്ലോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള രോഗം വളരെ കൂടി. അപ്പോൾ ഇന്ന് ഒരു ഹൃദ്രോഗ വിഭാഗത്തിൽ 90% പേഷ്യൻസും ഈ ഹാർട്ട് അറ്റാക്കുമായി റിലേറ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെക്കുറിച്ചാണ് കുറച്ചും കൂടി കൂടുതൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റതൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല.
നിങ്ങൾക്ക് അവിടുന്ന് മനസ്സിലാവുന്നുണ്ടോയെന്ന് അറിയില്ല. ഇതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ഈ കൊറോണറി ആർട്ടറി എന്ന് പറയുന്ന ധമനികൾ പോകുന്നത്. വെറും 3.5 നമ്മുടെ കയ്യിലൊക്കെ ഉള്ള വെയിന് പോലെ തന്നെയാണ് ഹൃദയത്തിൻ്റെ മുകളിൽ കൂടി പോകുന്നത്. വെറും 3.5 മില്ലിമീറ്റർ മാത്രം ഡയമീറ്റർ ഉള്ള കുഴലുകളാണിത്. അതിൽ ബ്ലോക്ക് വരുമ്പോഴാണ് നമ്മൾ ബ്ലോക്ക് ഉണ്ടായി അറ്റാക്ക് വന്നു എന്നൊക്കെ പറയുന്നത്. അതിൻ്റെ ചെറിയൊരു വീഡിയോ ഇതിലുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ഹൃദയത്തിൻ്റെ നിങ്ങൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഹൃദയം. ഹൃദയത്തിൻ്റെ മുകളിലൂടെയുള്ള ധമനിയാണിത്. ഈ ധമനിക്ക് അകത്ത് പെട്ടെന്ന് ഇതേപോലെ സംഭവിക്കുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് പെട്ടെന്ന് ഹാർട്ടിൻ്റെ അകത്ത് ബ്ലോക്കുള്ള ആളുകൾക്ക് അത് പെട്ടെന്ന് പൊട്ടുകയോ മറ്റോ ചെയ്യുകയാണെങ്കിൽ രക്തം കട്ട പിടിക്കും. അവിടെ രക്തം കട്ട പിടിക്കുമ്പോൾ അത് എവിടെയാണോ സംഭവിച്ചത് അത്ര ഏരിയക്ക് ഡാമേജ് പറ്റും. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഏറ്റവും വലിയ കുഴലിപ്പോൾ ഇവിടെ സംഭവിക്കുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് പേഷ്യൻ്റ് ഹോസ്പിറ്റലിൽ പോലും എത്തിയില്ല, ഉടനെ കുഴഞ്ഞു വീണ് മരിച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ടല്ലോ. അതെന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് എഗെയിൻ എല്ലാവരുടെ ഹാർട്ട് അറ്റാക്കും ഒരേപോലല്ല. ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ ഗൗരവം എങ്ങനെയാണെന്ന് വെച്ചാൽ അത് ഹൃദയത്തിൻ്റെ ഏത് ധമനിയിൽ എവിടെ നടക്കുന്നു എന്നതനുസരിച്ചാണ്. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു ധമനിയുടെ ഒരു ബ്രാഞ്ച്, ചെറിയൊരു ബ്രാഞ്ചിൻ്റെ അറ്റത്താണ് അത് നടക്കുന്നുണ്ടെങ്കിൽ ചെറിയൊരു ഡാമേജ് മാത്രമേ പറ്റുള്ളൂ. നേരെ മറിച്ച് ഹൃദയ ധമനിയുടെ ഏറ്റവും മെയിൻ കുഴലിൽ മെയിൻ സ്ഥലത്ത് അറ്റാക്ക് വന്നാൽ ചിലപ്പോൾ രോഗികൾ ഹോസ്പിറ്റലിൽ വരും, എത്തൂല. കാരണം അപ്പോഴേക്ക് ഹാർട്ട് നിന്ന് പോകും എന്നുള്ളൊരവസ്ഥ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അതിന് നമുക്ക് ബേസിക്കലി ഈ ബ്ലോക്ക് ഉണ്ടല്ലോ, ഇതാണ് അത്രോമാറ്റസ് പ്ലാക്ക് എന്ന് ഞങ്ങൾ അതിനെ പറയും. ഈ ബ്ലോക്ക് ഉണ്ടായെങ്കിൽ മാത്രമാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരികയുള്ളൂ. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ ബ്ലോക്ക് ഉണ്ടാകുന്നതിനുള്ള കാരണവും ആ കാരണത്തെ നമുക്ക് എങ്ങനെ നേരിടാം എന്നുള്ളതിനെക്കുറിച്ചൊരു പ്രിവെൻഷനെ കുറിച്ചാണ്. അപ്പോൾ ഇനി അഥവാ ബ്ലോക്കിൻ്റെ രോഗം വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെയാണ് ചികിത്സ ഓപ്ഷൻ ഉള്ളതെന്നാണ് അടുത്ത് പറയാനുള്ളത്. ഒന്നാമതായി നമുക്ക് മരുന്നുകൊണ്ടുള്ള ചികിത്സയുണ്ട്. രണ്ടാമത് ഈ ബ്ലോക്ക് നീക്കുന്ന ആൻജിയോഗ്രാം, ആൻജിയോപ്ലാസ്റ്റി എന്ന ചികിത്സയുണ്ട്. മൂന്നാമത്തത് ബൈപ്പാസ് സർജറി. ഇതൊക്കെ ഇന്ന് നമ്മുടെ നാട്ടിൽ വളരെ കോമൺ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇതിനെപ്പറ്റി കേട്ടിട്ടുണ്ടായിരിക്കാം. പലർക്കും ചിലപ്പോൾ ഈ രോഗങ്ങൾ വന്നിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിലെങ്കിലും ആർക്കെങ്കിലും വന്നിട്ടുണ്ടായിരിക്കാം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് നമ്മുടെ ഇന്ത്യ മാത്രമല്ല, ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ഹൃദ്രോഗികളും പ്രമേയ രോഗികളുമുള്ള രാജ്യമായി ഇന്ത്യ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ തന്നെ നാഷണൽ ആവറേജിനേക്കാളും കൂടുതലാണ് നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ മലബാർ മേഖലയിൽ ആക്ച്വലി ഇത് കേരളത്തിൻ്റെ ആവറേജിനേക്കാളും കൂടുതലായിട്ട് ഹൃദ്രോഗം കണ്ടുവരുന്നുണ്ട്. പിന്നെ മരുന്നിനെക്കുറിച്ച് നിങ്ങൾക്കറിയാം, നമ്മൾ അതിനു വേണ്ടി കുറേ മരുന്നുകളൊക്കെ ഉണ്ട്. അതിന് ഞാൻ ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇത് എന്താണെന്ന് വെച്ചാൽ ഒരു ആൻജിയോഗ്രാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിക്കാനാണ്. ഇപ്പോൾ നിങ്ങൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം, ഹൃദയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഹൃദയത്തിൻ്റെ പുറത്തുകൂടി പോകുന്ന രക്തക്കുഴലുകളെ നോക്കി കാണുന്ന ടെസ്റ്റിൻ്റെ പേരാണ് ആൻജിയോഗ്രാം എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഹൃദയത്തിൻ്റെ മുകളിലൂടെ പോകുന്ന ഈ കുഴലുകളെ ഈ ആൻജിയോഗ്രാം ടെസ്റ്റ് വഴി നമുക്ക് കാണാം. അത് ഒന്നുകിൽ നമ്മൾ കാലിലൂടെയോ അല്ലെങ്കിൽ കൈയിലൂടെയോ ഒരു ചെറിയ ട്യൂബ് കടത്തിയിട്ടാണ് നമ്മൾ ആ ടെസ്റ്റ് ചെയ്യുന്നത്. ആ ടെസ്റ്റ് ആക്ച്വലി വളരെ സിമ്പിൾ ടെസ്റ്റാണ്. നമ്മൾ അനസ്തീഷ്യ കൊടുക്കേണ്ട ആവശ്യമില്ല. കയ്യിൽ ചെറുതായിട്ടൊരു ലോക്കൽ അനസ്തീഷ്യ കൊടുത്ത് തരിപ്പിച്ച് രോഗിയെ മയക്കാതെ രോഗിയോട് സംസാരിച്ചു കൊണ്ടാണ് ഇന്ന് നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത്. അതൊക്കെ ഒരുപാട് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഈ ഫീൽഡിൽ വന്നതുകൊണ്ട് നമുക്കിന്ന് നല്ല രീതിയിൽ അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അടുത്തതായി ഈ പിക്ചറിൽ കാണിക്കുന്നത് ജസ്റ്റ് നമ്മുടെ ആ ഒരു ബ്ലോക്ക് എങ്ങനെയാണ് എന്നുള്ളതും ജസ്റ്റ് ആ ഒരു പിക്ചർ മാത്രമാണത്. അടുത്തതായി നമുക്ക് ബ്ലോക്ക് ഉണ്ട് എന്നുള്ളത് വലിയൊരു ഇതാക്കി എടുക്കേണ്ടതില്ല. ഈ ബ്ലോക്ക് നമുക്കൊരു പർട്ടിക്കുലർ പെർസെൻറ്റേജിൻ്റെ മുകളിൽ പോകുമ്പോൾ മാത്രമാണ് അത് സിഗ്നിഫിക്കൻറ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത്. എല്ലാ ബ്ലോക്കുകളും നമ്മൾ ചികിത്സിക്കേണ്ട ആവശ്യമില്ല, അതിന് നമ്മൾ പ്രിവെൻഷൻ മാത്രം ചെയ്താൽ മതി. അത് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് 70% കൂടുതൽ നമ്മുടെ രക്തധമനിയുടെ ല്യൂമനെ അത് കുറയ്ക്കുകയാണെങ്കിൽ മാത്രമേ നമ്മൾ അതിനെ നീക്കേണ്ടതായിട്ടുള്ള ആവശ്യമുള്ളൂ. പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുന്നത് ഭയങ്കര രസകരമായ ഒരു സംഭവമാണ്. എങ്ങനെയാണ് ഈ ആൻജിയോഗ്രാം ഫസ്റ്റ് കണ്ടുപിടിച്ചത് എന്നുള്ളതൊക്കെ. ആക്ച്വലി ഒരു ഡോക്ടർ ആദ്യമായിട്ട് 1942 എന്തോ ആണ്, അദ്ദേഹം അന്ന് ഈ ആൻജിയോഗ്രാം ഒന്നും കണ്ടുപിടിക്കാത്ത കാലത്ത് ഒരു ഡോക്ടർക്ക് ആക്ച്വലി ഹൃദയത്തിലേക്ക് നേരിട്ട് മരുന്ന് കൊടുത്താൽ ചികിത്സ ചില രോഗങ്ങളെ പെട്ടെന്ന് സുഖപ്പെടുത്താൻ പറ്റുമെന്നൊരു തിങ്കിങ് അയാൾ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം പലതിനും പെർമിഷൻ ചോദിച്ചു. പല മെഡിക്കൽ ഫീൽഡിൽ ആരും തന്നെ അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മളൊരു കത്തീറ്റർ ഹൃദയത്തിലേക്ക് കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞ് അതിന് പെർമിഷൻ കിട്ടാത്ത കാരണം ആ ഡോക്ടർ തന്നെ അയാളുടെ വെയിനിൽ, അയാളുടെ കൈമുട്ടിൻ്റെ അവിടെയുള്ള ഒരു വെയിനിൽ അദ്ദേഹം ഒരു സിറിഞ്ച് കടത്തി അതുവഴി ഒരു ട്യൂബ് ഹൃദയത്തിലേക്ക് കൊണ്ടുപോയി അയാൾ തന്നെ പോയിട്ട് എക്സ്റേ എടുത്തു. ആ
അപ്പോൾ അതാണ് ചരിത്രത്തെ ഏറ്റവും വലിയ ഒരു കണ്ടുപിടുത്തമായ ആൻജിയോഗ്രാമിലേക്ക് വഴിവെച്ച ഒരു സംഭവം. അദ്ദേഹം അത് വളരെ ഡേഞ്ചറസ് ആൻഡ് നൊട്ടോറിയസ് ആയിട്ടുള്ള ഒരു ആക്ട് ചെയ്തതുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യും. അദ്ദേഹം ഡോക്ടർ പ്രാക്ടീസ് നിർത്തി സ്വന്തം നാട്ടിലേക്ക് പോയി. 15 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ തിങ്കിങ് അത്ര വലിയ സംഭവമായിരുന്നു എന്ന് കണ്ടുപിടിച്ച് ഈ ആൻജിയോഗ്രാമിലേക്ക് അത് വഴി നടത്തിയത്. എന്നിട്ട് അദ്ദേഹത്തെ തിരിച്ചു വിളിക്കുകയും പിന്നീട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് 1970 മറ്റോ കൊടുക്കുകയുണ്ടായി. അത് ഒരു ചരിത്രം ജസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. അന്ന് തുടങ്ങിയതാണ് നമ്മുടെ ഈ കാർഡിയോളജിയുടെ ഡെവലപ്മെൻറ്റ്. ഇന്ന് നമുക്കറിയാം, നമ്മൾ ഒരു 10 വർഷം മുമ്പ് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഒരു ഹാർട്ടിനുണ്ടായിരുന്ന സർജറി ഇന്ന് അത് ഏകദേശം ഒരു 80% കുറഞ്ഞു. എന്ന് വെച്ചാൽ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ഇത് വന്നിട്ട് നമുക്ക് ആവശ്യം കുറഞ്ഞു വന്ന് നമുക്കെല്ലാം ആൻജിയോഗ്രാമിൽ കൂടിയും താക്കോൽ ദ്വാരത്തിൽ കൂടിയും ചെയ്യേണ്ട ലെവലിലേക്ക് ആ ഡെവലപ്മെൻറ്റ് വരാനുണ്ടായ കാരണം ഇത്തരം ആളുകളുടെ അന്നത്തെ ഒരു ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള പല പരീക്ഷണങ്ങളുമാണ്. ഇന്ന് നമുക്കറിയാം, നമ്മുടെ ബ്ലോക്കിൻ്റെ പണ്ടൊക്കെ ഏകദേശം പകുതി ആളുകൾക്ക് ബൈപ്പാസ് സർജറി, പകുതി ആളുകൾക്ക് ആൻജിയോപ്ലാസ്റ്റി ആയിരുന്നു ചെയ്തിരുന്നത്. ഇന്ന് നമ്മുടെ സെൻറ്ററിലൊക്കെ ഒരു 90% ആളുകൾക്കും ബ്ലോക്കുകളൊക്കെ നമുക്കിന്ന് ആൻജിയോപ്ലാസ്റ്റിയിൽ കൂടി തന്നെ പരിഹരിക്കാൻ പറ്റുന്നുണ്ട്. വെറും 10% താഴെ ആളുകൾക്ക് മാത്രമേ ഈ ഓപ്പൺ ഹാർട്ട് സർജറിയുടെ ആവശ്യം വരുന്നുള്ളൂ. ഇത് ആദ്യത്തെ ആൻജിയോപ്ലാസ്റ്റി. പിന്നെ ഇത് സ്റ്റെൻറ്റിൻ്റെ ഒരു പിക്ചറാണ്. ഇത് ആൻജിയോപ്ലാസ്റ്റി നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ കയ്യിൻ്റെ ഇതിൽ കൂടി നരമ്പിൽ കൂടി ഒരു കത്തീറ്റർ കൊണ്ടുപോയി ആദ്യം ആ ബ്ലോക്കിനെ നമ്മളൊരു ബലൂൺ വെച്ച് നീക്കുന്നതാണ് ഈ ഭാഗത്ത് കാണുന്നത്. ഇപ്പം നമ്മുടെ രക്തധമനിക്കകത്ത് ഇങ്ങനെ ഒരു ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഒരു ബലൂൺ കൊണ്ടുപോയി അതിനെ വികസിപ്പിച്ച് ആ സ്പേസ് നമ്മൾ ഉണ്ടാക്കുകയാണ്, ആ വഴി നമ്മൾ ക്ലിയർ ചെയ്യുകയാണ്. അതിനുശേഷം അവിടെ ഇതേപോലെ നമ്മൾ സ്റ്റെൻറ്റ് പോലത്തെ ഒന്ന് പ്ലേസ് ചെയ്തിട്ട് ആ വെസൽ രണ്ടാമത് അടഞ്ഞു പോകാതിരിക്കാനും വേണ്ടി ചെയ്യുന്നതാണ്. ഇതാണ് ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഇത് ബൈപ്പാസ് സർജറി എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത്. ഈ ബൈപ്പാസ് സർജറിയിൽ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ നമ്മുടെ രക്തധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുമ്പോൾ വേറെ രക്തക്കുഴലെടുത്ത് നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് ബ്ലോക്കുള്ളതിൻ്റെ ഡിസ്റ്റലായിട്ട് നമ്മൾ അനസ്റ്റമോസിസ് ചെയ്യുന്നതിനെയാണ് ബൈപ്പാസ് സർജറി എന്ന് പറയുന്നത്. അത് നമ്മൾ കാലിൽ നിന്നെടുക്കുന്ന നരമ്പുകളാണ് കൂടുതലായിട്ട് അതിന് ഉപയോഗിക്കുന്നത്. പിന്നെ ഇന്നത്തെ കാലത്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സയൻസ് അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നതോടനുബന്ധിച്ച് പ്രത്യേകിച്ച് ഒരു മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്ന 2 മേഖലയിൽ ഒന്ന് കാർഡിയോളജിയാണ്, മറ്റൊന്ന് ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഇമേജിംഗ് ആണ്. ഇമേജിംഗ് സയൻസ്, CT സ്കാൻ, MRI എന്നതിലൊക്കെ ഒരുപാട് പുരോഗതി വരുന്നുണ്ട്. കാർഡിയോളജിയിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അഡ്വാൻസ്മെൻറ്റ് നടക്കുന്നത് കാരണം നമുക്ക് ഹൃദ്രോഗത്തെ വളരെ വിശദമായിട്ട് പഠിക്കുവാനും അതേപോലെ തന്നെ ഈ സർജറി ഒഴിവാക്കിക്കൊണ്ടിട്ടുള്ള ചികിത്സയിലേക്ക് ഒരുപാട് മാറുവാനും കഴിഞ്ഞത് ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കാരണമാണ്. അപ്പോൾ അതിൽ ഞാൻ ചിലത് മാത്രം നിങ്ങൾക്ക് ചുരുക്കി കാണിക്കാം. നിങ്ങൾ ഈ അടുത്തിടെയായിട്ട് കേട്ടിട്ടുണ്ടാവും ഈ ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. നമുക്ക് കീഴടക്കാൻ പറ്റാത്ത പല ബ്ലോക്കുകളെയും ഇന്ന് നൂതന സംവിധാനങ്ങളായ ലേസർ, റോട്ടബ്ലേഷൻ എന്നീ പറഞ്ഞ ടെക്നിക്ക് കൊണ്ട് നമുക്ക് ഇന്ന് മാറ്റാൻ പറ്റുന്നുണ്ട്. ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് കാണുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്ലോക്കാണ്. ഈ രക്തക്കുഴലിൻ്റെ അകത്ത് വളരെ പാറ പോലെ ഉറച്ചു നിൽക്കുന്ന ബ്ലോക്കിനെ ഈ ലേസർ ഉപയോഗിച്ച് നമുക്കതിനെ പൊടിച്ച് കളയുന്ന ഒരു വിദ്യയാണ് ലേസർ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അത് മലബാറിൽ ആദ്യമായിട്ട്, കേരളത്തിൽ 2-3 സ്ഥലത്ത് മാത്രമേ അത് ചെയ്യുന്നുള്ളൂ. മെട്രോ കാർഡിയാക് സെൻറ്ററിൽ മാത്രമാണ് ഇന്ന് മലബാറിൽ ഈ ഒരു ഫെസിലിറ്റി അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് കൊണ്ട് നമുക്കുണ്ടാക്കുന്ന നേട്ടങ്ങളാണ്. അതേപോലെ തന്നെ ഈ പേസ് മേക്കർ, നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ഡെവലപ്മെൻറ്റ്സ് നമുക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഉദാഹരണമായിട്ട് ഇപ്പം പല ആളുകൾക്കും ഒരു പ്രാവശ്യം ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി, ആൻജിയോപ്ലാസ്റ്റി ചെയ്തു, അല്ലെങ്കിൽ പിന്നീട് വീണ്ടും ഉണ്ടായി, ഒരുപാട് ഡാമേജ് പറ്റി, ഹാർട്ടിൻ്റെ പമ്പിങ് കുറഞ്ഞു പോയ ആളുകളൊക്കെ ഉണ്ടാവും. അവർക്ക് ഹാർട്ട് ഫെയിലിയർ എന്ന് പറയുന്ന സിറ്റുവേഷനിലേക്ക് എത്തും. അവർക്ക് പിന്നീട് നമ്മളൊരു ബൈപ്പാസ് സർജറിയോ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്തത് കൊണ്ട് നമുക്ക് അവരെ രക്ഷപ്പെടുത്താൻ പറ്റുകയില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ഈ ഹൃദയത്തിന് താങ്ങ് കൊടുക്കുന്നതിന് വേണ്ടിയുള്ള പേസ് മേക്കർ ഉണ്ട്. അതിലൊന്നാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഞാനതെല്ലാം കുറച്ച് ക്വിക്കായിട്ട് പോവുകയാണ്. അതേപോലെ തന്നെ ഞാൻ ചില സ്ലൈഡ്സൊക്കെ സമയം ലാഭിക്കാൻ വേണ്ടി ഒന്ന് സ്കിപ്പ് ചെയ്യുന്നുണ്ട്. എങ്കിൽ നമുക്ക് ചോദ്യോത്തര വേളയ്ക്ക് കുറച്ച് സമയം ഉണ്ടാവുള്ളൂ. ഇത് നമ്മൾ ഈ ആൻജിയോപ്ലാസ്റ്റി ഹൃദയത്തിൽ മാത്രമല്ല എല്ലാ രക്തധമനികളിലും ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഒക്കെ കാണിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ അയോട്ടയിൽ, അതേപോലെ കാലിലേക്കുള്ള രക്തധമനികളിലൊക്കെ തന്നെ നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ ഹാർട്ടാണ്. ഹാർട്ടിൽ നിന്ന് വരുന്ന മെയിൻ കുഴലാണ്, അത് അയോട്ട എന്ന് പറയും. ഈ അയോട്ടയിൽ ഇതേപോലെ വീക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്നത് പൊട്ടി
പേഷ്യൻ്റ് സഡൻ ഡെത്ത് ഉണ്ടാകാൻ സാധ്യതയുള്ള ആളുകൾക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു കവേർഡ് സ്റ്റെൻറ്റ് പോലത്തെ സംഗതി ചെയ്ത് അതിനെ നമുക്ക് റിപ്പയർ ചെയ്യാൻ പറ്റുമെന്നുള്ളതിൻ്റെ ജസ്റ്റ് ഒരു CT സ്കാൻ പിക്ചറാണത്. പിന്നെ അതേപോലെ നമ്മുടെ ഹൃദ്രോഗ ചികിത്സാ രംഗത്ത് ഏറ്റവും വലിയ വിപ്ലവകരമായ ഒരു സംഭവമാണ് ട്രാൻസ് അയോട്ടിക് വാൽവുലർ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അകത്ത് കിടക്കുന്ന വാൽവിനെ നമുക്ക് ഇന്ന് ഹൃദയം തുറക്കാതെ ഹൃദയം നിർത്താതെ മാറ്റാൻ പറ്റുമെന്നുള്ള ഒരു അത്ഭുതകരമായ ഒരു സംഭവമാണ്. നമ്മുടെ ഹൃദയത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 4 വാൽവുണ്ട്. അതിൽ അയോട്ടിക് വാൽവ് എന്ന് പറയുന്ന ഈ വാൽവിനെ ആക്ച്വലി നമുക്ക് നമ്മുടെ കാലിൽ കൂടി ആ വാൽവിനെ കൊണ്ടുപോയിട്ട് ഹൃദയത്തിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റുമെന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ്. ഈ വീഡിയോ കണ്ടാൽ അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മൾ ഇതിൽ കാണിച്ച പോലെ തന്നെ കാലിൽ കൂടി നമ്മൾ ആൻജിയോഗ്രാം ചെയ്യുന്നത് പോലെ തന്നെ ആ വാൽവിനെ നമ്മളൊരു ട്യൂബ് വഴി കൊണ്ടുപോയി ഈ ഡാമേജ് ഓൾറെഡി പറ്റിയ ഈ അയോട്ടിക് വാൽവ് എന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ അതിനെ ഒരു കുടയെ വിരിക്കുന്ന പോലെ നമ്മൾ വിരിക്കുക ചെയ്യുന്നത് കണ്ടോ. ആ വാൽവ് അവിടെ ഡിപ്പോസിറ്റ് ചെയ്യാണ്. എന്ന് വെച്ചാൽ ഹൃദയത്തിൻ്റെ അകത്തുള്ള ഒരു വാൽവ് പോലും ഇന്ന് നമുക്ക് ഹൃദയത്തെ നിർത്താതെ പിന്നെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നുള്ളതാണ്. ട്രഡീഷണലി കാലങ്ങളായിട്ട് ഇത് എങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്തിട്ടാണ് റീപ്ലേസ് ചെയ്തിരുന്നത്. ഈ ഓപ്പൺ ഹാർട്ട് സർജറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അതെങ്ങനെയാണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ഹൃദയത്തെ നിർത്തണം. ഈ ഹൃദയം ആക്ച്വലി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സെക്കൻഡ് പോലും നിൽക്കാതെ കണ്ടിന്യൂസ് ആയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അവയവമായതുകൊണ്ട് അതിനെ തുറന്ന് അതിൻ്റെ അകത്തെ വാൽവ് മാറ്റുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. പക്ഷേ ഇന്ന് വളരെ കോമൺ ആയിട്ട് നമ്മൾ ചെയ്തു വരുന്നൊരു സർജറിയാണ്. അപ്പോൾ ഇത് ചെയ്യണമെങ്കിൽ നമ്മൾ ആക്ച്വലി നമ്മൾ പറയും നിങ്ങൾ ബൈപ്പാസ് മെഷീൻ എന്ന് കേട്ടിട്ടുണ്ടാവും. ബൈപ്പാസ് മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൻ്റെയും ശ്വാസകോശത്തിൻ്റെയും പ്രവർത്തനം മെഷീനിലേക്ക് മാറ്റുകയാണ്. ആ സമയത്ത് ആക്ച്വലി പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഈ ഓപ്പൺ ഹാർട്ട് സർജറിയിൽ വാൽവ് റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യുന്ന സമയത്ത് ഈ രോഗിയുടെ ഹൃദയവും പ്രവർത്തിക്കുന്നില്ല, അവരുടെ ശ്വാസകോശവും പ്രവർത്തിക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി ഈ ഹാർട്ട് പമ്പ് ചെയ്യുന്ന ഫംഗ്ഷനും ശ്വാസകോശത്തിൻ്റെ ഫംഗ്ഷനും മെഷീനാണ് ചെയ്യുക. അതിനാണ് ഹാർട്ട് ലങ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മൾ ലിറ്ററലി ചോദിക്കുകയാണെങ്കിൽ ആൾക്ക് ജീവൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മളെന്താ പറയുകയെന്ന് വെച്ചാൽ ആ സമയത്ത് ജീവൻ മെഷീനിലാണെന്നാണ് പറയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് പോയിട്ട് തിരിച്ച് ഈ വാൽവൊക്കെ മാറ്റി ഈ ഹൃദയത്തെ തുന്നിക്കൂട്ടി വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, മെഷീനിൽ നിന്ന് വീണ്ടും ഇതിലേക്ക് തന്നെ ഹൃദയത്തിലേക്ക് ഘടിപ്പിച്ച് ഹൃദയത്തെ നമ്മൾ തുടിപ്പിക്കണം. അപ്പോൾ അങ്ങനെ ചെയ്തിരുന്ന ഒരു സംഭവം ഹൃദയത്തെ നിർത്താതെ ചെസ്റ്റ് ഓപ്പൺ ചെയ്യാതെ ചെയ്യാൻ പറ്റുന്ന ലെവലിലേക്ക് ഇന്ന് കാർഡിയോളജി വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇത് ഞങ്ങൾ അവിടെ ഏകദേശം ഒരു 5 വർഷം മുമ്പ് ചെയ്ത ഒരു കേസ്. ആക്ച്വലി അവരുടെ ഒരു വാൽവാണിത്. ഇത് വളരെ പ്രായമുള്ള ഒരു ഉമ്മയായിരുന്നു. അവർക്ക് ആക്ച്വലി ഈ വാൽവ് ചുരുങ്ങി അവരെന്നും ശ്വാസത്തിന് ബുദ്ധിമുട്ടും ഹാർട്ട് ഫെയിലിയറുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് 1 മാസത്തിൽ 2-3 പ്രാവശ്യം വന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവും. എന്നിട്ട് ഇഞ്ചക്ഷൻ കൊടുക്കും, ബെറ്റർ ആവും, അവർ വീട്ടിലേക്ക് പോകും. പക്ഷേ അവർക്ക് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാനുള്ള ആരോഗ്യവുമില്ല. പ്രായം അധികമായിട്ടുണ്ട്. മാത്രമല്ല അതിനുള്ളൊരു നേരത്തെ പറഞ്ഞ പോലെയുള്ള വലിയൊരു ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യാനുള്ള ആരോഗ്യമില്ലാത്തത് കൊണ്ട് ഡോക്ടേഴ്സ് ഓപ്പൺ ഹാർട്ട് സർജറി ചെയ്യുന്ന ഡോക്ടർമാരൊന്നും തയ്യാറല്ലാത്തത് കൊണ്ട് ഞങ്ങൾ ഈ ടാവി അന്ന് നമ്മൾ ഇന്ത്യയിൽ ഇത് വരുന്നുള്ളൂ. ഈ പ്രൊസീജിയർ നമുക്ക് കാലിലൂടെ വാൽവ് മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ വരുന്ന ഒരു സമയത്ത് ഏകദേശം 5-8 വർഷം മുമ്പ് ചെയ്തതാണ്. എന്നിട്ട് അവർക്ക് ഞങ്ങൾ ഈ വാൽവ് മാറ്റി വെച്ചതിന് ശേഷം ആ രോഗി പിന്നീട് ഒരിക്കലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകേണ്ടി വന്നിട്ടില്ല. കാരണം അവരുടെ ഹൃദയപ്രവർത്തനം നോർമലാകുകയും അതിനുശേഷം അവർ ഹജ്ജിന് പോവുകയും കൂടി ചെയ്തു. ആ ഉമ്മയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ഒരു സന്തോഷകരമായ കാര്യം കൂടിയായിരുന്നത്. അപ്പോൾ അതാണ് ടാവി എന്ന് പറയുന്ന പ്രൊസീജിയർ. അത് ചെയ്യുന്നതിനാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഈ വാൽവ് കൊണ്ടുപോയിട്ട് ഹൃദയം കണ്ടില്ല, നിങ്ങൾക്കറിയാം ഹൃദയം മിടിച്ചുകൊണ്ടേ ഇരിക്കുന്നത്. ഹൃദയത്തെ നമ്മൾ നിർത്തുന്നില്ല, കറക്റ്റ് ആ വാൽവിൻ്റെ പൊസിഷനിൽ അതിനെ കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് പിന്നീട് അതിൻ്റെ പ്രവർത്തനം നോർമലായിട്ട് വരും. ഇത് അതേപോലെ തന്നെ ഹൃദയ മേഖലയിലുള്ള മറ്റൊരു സംഭവമാണ് ഇലക്ട്രോഫിസിയോളജി എന്ന് പറയുന്നത്. ഇലക്ട്രോഫിസിയോളജി എന്ന് വെച്ചാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ മിടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒരു ഉദാഹരണത്തിന് നമുക്കറിയാം ഹൃദയം എപ്പോഴും ഒരു താളത്തിൽ ഇടിക്കുന്നതാണ്. അതിൻ്റെ നിയന്ത്രണം നമ്മുടെ കയ്യിലല്ല. ആക്ച്വലി അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലാണ് അതിൻ്റെ നിയന്ത്രണം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. നമ്മുടെ കൈയിനെ നിയന്ത്രിക്കാം, നമ്മുടെ കണ്ണിനെ നിയന്ത്രിക്കാം, നമ്മുടെ വായിനെ നിയന്ത്രിക്കാം, ഒരുപാട് അവയവങ്ങൾ നിയന്ത്രിക്കാം. നേരെ മറിച്ച് നമ്മൾ ഉദ്ദേശിച്ചാൽ നമ്മുടെ ഹൃദയത്തോട് വേഗം ഇടിക്കാനോ അല്ലെങ്കിൽ മെല്ലെ ഇടിക്കാനോ നമുക്ക് പറയാൻ പറ്റില്ല. അത് നമ്മുടെ ഒരു പേസ് മേക്കർ സിസ്റ്റമാണ് അതിനെ ഓട്ടോമാറ്റിക്കലി സംവിധാനിച്ചിട്ടുള്ളത്. അത് നമ്മുടെ മാനസിക മറ്റാരോഗ്യ പല കാര്യങ്ങളുമായിട്ട് ഹോർമോണൽ ബ്രെയിനുമായിട്ടൊക്കെ കണക്റ്റഡ് ചെയ്തിട്ട് നമ്മുടെ ശരീരത്തിന് എത്ര മിടിക്കണോ അതിനനുസരിച്ച് മാത്രമാണ് ഇടിക്കുക. അപ്പോൾ ആ സിസ്റ്റത്തിൽ വല്ല തകരാറും വന്നു കഴിഞ്ഞാൽ
ഈ ഇലക്ട്രോഫിസിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നമുക്ക് ഇന്ന് പല ചികിത്സയും അവൈലബിൾ ആണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ മിടിപ്പിൻ്റെ എണ്ണം കുറയുന്ന രോഗമാണെങ്കിൽ നമുക്ക് പേസ് മേക്കറൊക്കെ വെച്ചിട്ട് അതിനെ ശരിയാക്കാം. ഇനി കൂടിപ്പോകുന്ന രോഗമാണെങ്കിൽ ഈ കൂടുന്നതിന് കാരണമായ ഇലക്ട്രിക്കൽ കേബിളിനെ കരിച്ചു കളഞ്ഞുകൊണ്ട് നമുക്കതിനെ ട്രീറ്റ് ചെയ്യാം. ഇതൊക്കെ കാർഡിയോളജിയിൽ തന്നെ വളരെ അഡ്വാൻസ് ആയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ്. ഒരുപാട് ആളുകൾക്ക് ഈവൻ പല ജൂനിയർ ലെവലിലുള്ള ഡോക്ടേഴ്സിന് പോലും മനസ്സിലാകാത്ത ലെവലിലുള്ള ചികിത്സയാണ് ഇത്. ആക്ച്വലി ഇതുപോലത്തെ 3D മാപ്പിംഗ് ലാബ് മലബാറിൽ തന്നെ ആദ്യമായി മെട്രോ കാർഡിയാക് സെൻ്ററിലാണ് തുടങ്ങിയത്. ആയിരക്കണക്കിന് രോഗികൾക്ക് അവരുടെ ഹൃദയമിടിപ്പിൻ്റെ തകരാറുകൾ നമുക്ക് ഈ ചികിത്സയിൽ കൂടി ഭേദമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില സ്ലൈഡാണ്, ഞാൻ അത് ഡീറ്റെയിലേക്ക് പോകുന്നില്ല. ഇതൊക്കെ ഇലക്ട്രോഫിസിയോളജി ഇതാണ്. അതേപോലെ മറ്റൊരു ഡെവലപ്മെൻറ്റ്സ് നടന്നിട്ടുള്ളത് നമുക്കറിയാം, പേസ് മേക്കർ. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, അപ്പം ഹൃദയമിടിപ്പ് വളരെ കുറഞ്ഞു പോയി. പ്രായമായി അവരുടെ നാച്ചുറലായിട്ടുള്ള അവരുടെ പേസ് മേക്കർ വർക്ക് ചെയ്യാതിരുന്നാൽ നമ്മൾ പേസ് മേക്കർ ഓപ്പറേഷൻ ചെയ്ത് പിന്നീട് ആ മെഷീനായിരിക്കും അവരുടെ ഹൃദയത്തെ നിയന്ത്രിക്കുക. അപ്പോൾ ഒരു പേസ് മേക്കറിൻ്റെ പിക്ചറാണിത്. ഏകദേശം ഈ സൈസ് ഉണ്ടാവും ഒരു പേസ് മേക്കർ എന്ന് പറയുന്നത്. അത് നമ്മൾ തോളലിൻ്റെ താഴെയായിട്ട് ഓപ്പറേറ്റ് ചെയ്ത് ഇവിടെ വെച്ച് വെയിൻ വഴി ഹൃദയത്തിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് അതിനെ കൊണ്ട് മിടിപ്പിക്കുന്നത്. പക്ഷേ അതിൽ ഇന്നുണ്ടായ മറ്റൊരു വലിയൊരു അഡ്വാൻസ്മെൻറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് പേസ് മേക്കർ ഒരു വിറ്റാമിൻ ഗുളികേൻ്റെ സൈസിലുള്ള പേസ് മേക്കർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതാണിത്. ഒരാളുടെ കയ്യിൽ ഒരു ഗുളിക, വൈറ്റമിൻ ഗുളികയും ഒരു പേസ് മേക്കറും ജസ്റ്റ് ആളുകൾക്ക് സൈസ് അറിയാൻ വേണ്ടി വെച്ചതാണ്. ഇത് നമുക്കിന്ന് ഓപ്പറേഷൻ ചെയ്യാതെ കാലിൻ്റെ വെയിൻ വഴി, ഇപ്പം നമ്മുടെ IV ലൈൻ ഇടുമ്പോൾ വെയിനിൽ കൂടി നമുക്ക് ഹൃദയത്തിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റും. അപ്പോൾ അഗെയിൻ സർജറി ഇല്ല, പിന്നെ ഓപ്പൺ ഹാർട്ട് സർജറിയും ഇല്ല. മാത്രമല്ല സാധാരണ പേസ് മേക്കർ ചെയ്യുന്ന പോലത്തെ സർജറിയും ഇല്ല. ഒരു തുന്നു പോലും ഇല്ലാതെ പേസ് മേക്കർ വെക്കാൻ നമുക്കിന്ന് കഴിയും. ഇത് ഫസ്റ്റ് കേസ് ആക്ച്വലി ഇന്ത്യയിൽ ഏകദേശം ഒരു 8 വർഷം മുമ്പാണ് ചെയ്തത്. കേരളത്തിലെ ആദ്യത്തെ കേസ് നമ്മളിവിടെ കോഴിക്കോട് മെട്രോ കാർഡിയാക് സെൻ്ററിലാണ് ഈ ഒരു ഇത് ചെയ്തത്. അതിനുശേഷം ഞങ്ങൾ ഒരുപാട് കേസുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് നമ്മുടെ ചികിത്സയെ എത്രമാത്രം എളുപ്പമാക്കി അല്ലെങ്കിൽ കൂടുതൽ സൗകര്യപ്രദമാക്കി എന്ന് പറയാൻ പറ്റിയ ഏറ്റവും നല്ല സ്ലൈഡാണിത്. ആക്ച്വലി ലോകത്ത് ആദ്യം ചെയ്ത പേസ് മേക്കർ ഉണ്ട്. ലോകത്ത് ആദ്യം ചെയ്ത പേസ് മേക്കർ ഇട്ട പേഷ്യൻ്റാണിത്. അന്ന് പേസ് മേക്കർ എന്ന് പറയുന്നത് ഈ വെയിന് വഴി ഹൃദയത്തിലേക്ക് കേബിളൊക്കെ ഘടിപ്പിച്ചതിന് ശേഷം പുറത്തു നിന്ന് അതിനെങ്ങനെ കൺട്രോൾ ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാവുമല്ലോ, ആ സെറ്റപ്പാണിത്. ഇത്ര വലിയ മെഷീനൊക്കെ വെച്ച് ആളുകൾ അതിനൊക്കെ നോക്കി, പല ആളുകളും മോണിറ്റർ ചെയ്ത് ഹൃദയം മിടിക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കി, എന്നിട്ട് ഈ രോഗി നടന്ന് ബാത്റൂമിലേക്ക് പോകുമ്പോഴും ഇതിങ്ങനെ കൊണ്ടുപോകണം കൂടെ. മാത്രമല്ല ഒരു നഴ്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റാഫ് കൂടെ പോകണം. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന പേസ് മേക്കർ പിന്നീട് ഈ ലെവലിലേക്കുള്ള പേസ് മേക്കറായി. ഇന്ന് വൈറ്റമിൻ ഗുളികയുടെ സൈസുള്ള പേസ് മേക്കറായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ അതിൻ്റെ ആ ഒരു ഹിസ്റ്ററി കാണുമ്പോഴാണ് നമുക്ക് പണ്ട് എങ്ങനെയായിരുന്നു ശാസ്ത്രം എത്രത്തോളം ഡെവലപ്പ് ചെയ്തു എന്ന് മനസ്സിലാക്കാമെന്ന്. ഇത് ഞങ്ങൾ ചെയ്ത ഫസ്റ്റ് കേസാണ്. അത് ആക്ച്വലി ഇന്ത്യയിൽ തന്നെ ഒരു കേസ് ഫസ്റ്റ് നമ്മളാണ് ചെയ്തത്. പിന്നെ കേരളത്തിൽ ചെയ്ത വേറെ മറ്റൊരു കേസുണ്ട്. ഇത് ഈ പേസ് മേക്കർ ഹൃദയത്തിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവുക? അത് ഹൃദയത്തിൻ്റെ അകത്ത് നിന്ന് ഹൃദയത്തെ നിയന്ത്രിക്കും. മറ്റ് ചില സംഗതികളൊക്കെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്യാണ്. ഇറ്റ് മേ നോട്ട് ബി വെരി ഇൻട്രസ്റ്റിംഗ് ടു ദിസ് ക്രൗഡ്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ വാൽവ് ലീക്ക് ഉള്ളത് നമുക്കിന്ന് ഓപ്പറേഷൻ ചെയ്യാതെ തന്നെ നമുക്ക് ആ വാൽവ് ലീക്കിന് ചികിത്സിക്കാൻ പറ്റിയ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തൊരു കേസാണത് ആക്ച്വലി. പിന്നെ മറ്റൊന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ബ്ലഡ് പ്രഷർ എന്ന് പറയുന്ന രോഗം, പ്രമേഹം പോലെ തന്നെ ഏറ്റവും കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ജീവിതശൈലി രോഗമാണ് ബ്ലഡ് പ്രഷർ. ഈ ബ്ലഡ് പ്രഷർ നമുക്ക് ഇന്ന് ട്രീറ്റ്മെൻറ്റിന് ഒരുപാട് മരുന്നുകളുണ്ടെങ്കിലും ചില രോഗികളിൽ എത്ര മരുന്ന് കൊടുത്താലും BP കൺട്രോൾ ആവില്ല. അങ്ങനത്തെ ആളുകൾക്ക് ഒരു നൂതന സംവിധാനമായ റീനൽ ഡീനർവേഷൻ തെറാപ്പി എന്ന് പറയുന്ന ഒരു ചികിത്സാ രീതിയുടേതാണ്. ഞാൻ അതിൻ്റെ വിശദമായി പോകുന്നില്ല. ഇതും ആക്ച്വലി റീനൽ ഡീനർവേഷൻ തെറാപ്പി ഫസ്റ്റ് ടൈം ഇൻ കേരള ചെയ്തത് നമ്മുടെ മെട്രോ കാർഡിയാക് സെൻ്റർ ആയിരുന്നു. അത് കിഡ്നിയിലേക്ക് പോകുന്ന രക്തക്കുഴലിൻ്റെ അകത്ത് വെച്ചിട്ട് അതിനെ അബ്ലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ പ്രഷറിനെ പെർമനൻ്റ് ആയിട്ട് തന്നെ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നത്. ചില കാര്യങ്ങളൊക്കെ ഞാൻ സ്കിപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഹൃദയധമനികളിലുള്ള ബ്ലോക്ക് നീക്കുന്നത് പോലെ തന്നെ കാലിലേക്ക് പോകുന്ന ബ്ലോക്കും നമുക്ക് നീക്കാൻ പറ്റും. ഇപ്പം ഈ ചിത്രത്തിൽ ആക്ച്വലി ഇത് നമ്മുടെ ഈ ഭാഗമാണ് ഈ കാണിക്കുന്നത്. എക്സ്റേയിൽ കാലിലേക്കുള്ള രക്തക്കുഴൽ ബ്ലോക്ക് ആയത് നമ്മൾ ബലൂൺ വെച്ച് വികസിപ്പിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ കാലിൻ്റെ ആ സ്റ്റെൻഡ് ഇട്ട് അതിനുശേഷം കാലിലേക്കുള്ള രക്തം വളരെ നോർമലായിട്ട് പോകാൻ തുടങ്ങി. കണ്ടില്ല? ഇതിനാണ് പെരിഫറൽ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും ഈ പറഞ്ഞതൊക്കെ
എന്താണ് ഹൃദയമെന്നും എന്താണ് ഹൃദയത്തിൻ്റെ പ്രവർത്തനമെന്നും എന്താണ് ഹൃദയ രോഗങ്ങളെന്നും അതിന് നാട്ടിൽ നടക്കുന്ന ചികിത്സയെക്കുറിച്ച് ഏകദേശം ഒരു രൂപം നിങ്ങൾക്ക് കിട്ടുവാൻ വേണ്ടിയുള്ള പ്രസൻറ്റേഷൻ. പക്ഷേ എൻ്റെ ഈ പ്രസൻറ്റേഷൻ്റെ ഉദ്ദേശം അതൊന്നുമല്ല. ഇനി പറയുന്ന സിമ്പിളായിട്ടുള്ള 2-3 സ്ലൈഡ്സാണ് ഞാൻ ഇന്നത്തെ പ്രസൻറ്റേഷനിൽ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത്തരം പ്രസൻറ്റേഷൻ കൊടുക്കുമ്പോൾ എപ്പോഴും പ്രിവെൻഷന് വേണ്ടിയിട്ടുള്ള പ്രസൻറ്റേഷനാണ്. ഇന്ന് ഒരു പക്ഷേ ഞാൻ എൻ്റെ ക്ലാസ് എടുത്തതിൽ ഏറ്റവും കൂടുതൽ ക്ലാസ് എടുത്തിട്ടുണ്ടാകുക ഹൃദയരോഗത്തെ എങ്ങനെ ചെറുക്കാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എന്നോട് ഒരാളെന്ന് ചോദിച്ചു സ്വകാര്യമായിട്ട്, അല്ല ഡോക്ടറെ നിങ്ങൾ ഇങ്ങനെ ഹൃദയരോഗത്തിന് ഇങ്ങനെ ചെറുത്ത് നിന്ന് അപ്പോൾ നിങ്ങൾക്ക് പിന്നെ പണിയില്ലാതാവില്ലെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു അതല്ല, നമ്മുടെ ഉദ്ദേശം എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും രോഗം വരും. പക്ഷേ ഇന്ന് ഹൃദയരോഗം നമ്മുടെ നാട്ടിലുണ്ടാക്കിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഇത്ര കോമൺ ആയിരുന്നില്ല. പക്ഷെ ഇപ്പം ഇത്ര കോമൺ ആയതും കുഴപ്പമില്ല. പ്രായമേറിയവരിലായിരുന്നെങ്കിൽ ഇന്ന് ഹൃദയരോഗം യുവാക്കളിൽ കൂടുതൽ കണ്ടുവരുന്നുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ മനുഷ്യർക്കും രോഗം വരും, എല്ലാവരും മരിക്കും. അത് മനുഷ്യരെ സൃഷ്ടിച്ച പടച്ചവൻ തന്നെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, കുല്ലു നഫ്സുൻ ദായിഖത്തുൽ മൗത്ത് എന്ന്. അപ്പോൾ അത് വരും. പക്ഷേ നമ്മൾ നമ്മുടെ ഒരു പ്രൊഡക്റ്റീവായിട്ടുള്ള ഏജിൽ, ഇപ്പം നമുക്ക് ഓരോ മനുഷ്യനും ഈ ലോകത്തേക്ക് വരുമ്പോൾ അവനൊരു ധർമ്മമുണ്ട്. അവൻ ജനിച്ചു വളർന്നു, അവന് അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. കുട്ടികൾ ഒരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ധർമ്മം ഇവിടെ അവസാനിച്ചു. ആക്ച്വലി എന്നോട് പറയുകയാണെങ്കിൽ നമ്മൾ ഒരുപാട് പ്രായം ഈ ലോകത്ത് നിൽക്കുന്നത് ഒരു പക്ഷേ ഈ ലോകത്തിന് തന്നെ ഭാരമായിരിക്കും. അപ്പോൾ നമ്മുടെ ധർമ്മം കഴിഞ്ഞു. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു 70 വയസ്സുള്ള ഒരാൾക്ക് ഒരു ഹാർട്ട് അറ്റാക്കായി മരിച്ചാൽ ഒരു പക്ഷേ അതിനൊരു സോഷ്യോ എക്കണോമിക് ഇമ്പാക്റ്റ് ഇല്ല. അതൊരു നോർമൽ ഡെത്താണ്. 70 വയസ്സിൽ നമ്മൾ മരിക്കണം എന്നല്ല. ഇപ്പോൾ നമ്മുടെ ആയുസ് കൂടിക്കൊണ്ട് പോകുന്നുണ്ട്. ജപ്പാൻ പോലത്തെ രാജ്യത്തിലൊക്കെ 80-85 വയസ്സാണ് ആവറേജ് ലൈഫ്. പക്ഷേ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു 70 വയസ്സുള്ള ഒരാൾ മരിക്കുകയാണെങ്കിൽ അദ്ദേഹം മരിക്കുന്നത് കൊണ്ട് ഈ നാടിനോ അല്ലെങ്കിൽ കുടുംബത്തിനോ മറ്റ് അതിൻ്റെ സോഷ്യലായിട്ടോ അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടോ ഒരു ഇമ്പാക്റ്റ് അധികം വരുന്നില്ല. നേരെ മറിച്ച് ഞങ്ങൾ കാണുന്നത് 35 വയസ്സിലും 45 വയസ്സിലും ഹാർട്ട് അറ്റാക്കായി മരിക്കുന്നവരെയും അല്ലെങ്കിൽ അതുകൊണ്ട് ജീവിതം മുടങ്ങിപ്പോകുന്ന ആളുകളെയുമാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ട ഏറ്റവും ചെറിയ പ്രായം 23 വയസ്സുള്ള ഒരു ഓട്ടോ ഡ്രൈവർ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന ആ പേഷ്യൻ്റ് ആക്ച്വലി 3 ഡോക്ടർമാരുടെ അടുത്ത് പോയിട്ട് ആരും ഹാർട്ട് അറ്റാക്ക് കണ്ടുപിടിച്ചില്ല. കാരണം 23 വയസ്സുള്ള ആൾക്ക് ഹാർട്ട് അറ്റാക്ക് ഇപ്പം എങ്ങനെ വരിക? കാരണം ഞാൻ പോലും എന്നിട്ട് ഗ്യാസിന് ചികിത്സിച്ച് അവസാനം വേദന മാറാതായി നമ്മുടെ അടുത്ത് എത്തിയപ്പോഴേക്ക് ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് വന്ന് പമ്പിങ് വീക്കായി ഹാർട്ടൊക്കെ വീക്കായി പോയിരുന്നു. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സുകൾ എടുക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആ പ്രായത്തിൽ ഇപ്പോൾ ഒരു 35 വയസ്സുള്ള ഒരാൾക്ക് ഹാർട്ട് അറ്റാക്കായിട്ട് മരിക്കുകയാണെങ്കിൽ അയാളുടെ കുട്ടികൾ ചിലപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായിരിക്കും. ഈ കുട്ടികൾ എവിടെയും എത്തിയിട്ടില്ല. അതൊരു വലിയ സമൂഹത്തിന് അല്ലെങ്കിൽ കുടുംബത്തിന് ഒരു ബാധ്യതയായി മാറുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഡോക്ടർമാർക്ക് രോഗികളില്ലാത്ത പ്രശ്നം വരില്ല. അത് മനുഷ്യന്മാരുള്ളിടത്തോളം കാലം രോഗവും ഉണ്ടാവും, രോഗികളും ചികിത്സയൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ഏജിൽ ഒരു പ്രൊഡക്റ്റീവ് ഏജ് എന്ന് പറയുമല്ലോ, നമ്മൾ അവന് ആ വ്യക്തിയുടെ പ്രസൻസ് ഏറ്റവും ആ ഫാമിലിക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ളൊരു സമയത്ത് ഒരു ഹാർട്ട് അറ്റാക്ക് വന്നു, ഹാർട്ട് വീക്കായി, ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, എന്നും ഒരു ബേർഡനായി വരുന്ന ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നത് കൂടി സ്ട്രെസ് ചെയ്തുകൊണ്ടാണ് നമ്മളിത് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അവസാനത്തെ സ്ലൈഡ്സാണ്. അതിൽ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഹാർട്ട് അറ്റാക്ക് ഹൈലി പ്രിവെൻറ്റബിൾ ആണ്. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ക്ലാസ് സംഘടിപ്പിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ആർക്കെങ്കിലും ഒരു ബ്രെയിൻ ട്യൂമർ വരണമെന്ന് വിചാരിച്ചോളൂ, അത് വരണമെന്ന് വിചാരിച്ചാൽ അത് വരും. അതല്ലെങ്കിൽ വേറെ പല രോഗങ്ങളും. ഇന്ന് പല രോഗങ്ങൾക്കും നമുക്ക് കാരണം അറിയില്ല. ഇപ്പം നമുക്ക് കോവിഡ് വന്നു, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി? ലോകത്ത് മൊത്തം കോവിഡ് വന്ന് കുറേ ആളുകൾ മരിച്ചുപോയി. അത് ഒരു പ്രകൃതിയുടെ ഒരു നിയമമാണ്. ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ രോഗം ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം ഈ കോവിഡിനേക്കാളും എത്രയോ വലിയ രോഗങ്ങളായ പ്ലേഗൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പലരും നമ്മുടെ ചരിത്രങ്ങൾ വായിച്ച് നോക്കിയാൽ അറിയാം, ഏകദേശം 3-4 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യൂറോപ്പിൽ പ്ലേഗ് വന്നിട്ട് ആ നാട്ടിൻ്റെ ജനസംഖ്യയുടെ 2/3, 1/3 വൈപ്പ് ഔട്ട് ചെയ്തു പോയി. നമ്മളൊരു കോവിഡ് മഹാമാരി ഇവിടെ വന്ന് നമ്മളെല്ലാവരും വിറച്ചു പോയില്ലേ? ഈ മോഡേൺ മെഡിസിനൊക്കെ അതിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്ന് വിറച്ചു പോയി. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ജനസംഖ്യയുടെ എത്ര ശതമാനം പോയത്? വളരെ ചെറിയ ശതമാനം മാത്രമേ പോയുള്ളൂ. ഒരുപാട് ആൾക്കാർ മരിച്ചു, ഞാൻ അതിനത് പറയല്ല. പക്ഷേ അതിനേക്കാളും എത്രയോ ഭയാനകരമായ ഒരുപാട് ചരിത്രങ്ങൾ ഈ ലോകത്ത് സംഭവിച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, യൂറോപ്പിലൊക്കെ പ്ലേഗ് വന്ന ആളുകൾ മരിച്ചു കിടന്നിട്ട് അവരെ മാറ്റാൻ പോലും, ബോഡി മാറ്റാൻ പോലും ആളില്ലാത്ത സിറ്റുവേഷനൊക്കെ ഉണ്ടായിട്ടുണ്ട്. അന്നത്തെ ആ പ്ലേഗിന്, ഇതൊക്കെ നമ്മൾ ചരിത്രത്തിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന പല സംഭവങ്ങളാണ്. അന്നത്തെ ആ പ്ലേഗ് ചികിത്സിക്കാൻ ഇന്ന് 2.5 രൂപയുടെ ടെട്രാസൈക്ലിൻ മതി. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരു പക്ഷേ ഒരു 10-25 വർഷം കഴിഞ്ഞിട്ട് ചരിത്രം പറയും, അയ്യോ അന്നൊരു കോവിഡ് വന്നിരുന്നു, സയൻസ് മൊത്തം വിറച്ചുപോയി, മോഡേൺ മെഡിസിൻ മൊത്തം വിറച്ചുപോയി,
ഇന്ന് നമുക്കതിന് 10 പൈസയുടെ ഇത് എന്തെങ്കിലും കോവിഡ് നമുക്ക് നിസ്സാരമായി ട്രീറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ പോലെ ചരിത്രം ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഹൃദ്രോഗത്തെ തടയുക എന്നുള്ളതാണ് നമ്മുടെ ഈ ടോക്കിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാതലായിട്ടുള്ള. അതിനെന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ രോഗങ്ങൾ ഇപ്പോൾ നമ്മൾ പ്ലേഗ് ഈ പറഞ്ഞു, അല്ലെങ്കിൽ മറ്റേ കോവിഡ്, അതല്ലെങ്കിൽ TB, ഇങ്ങനത്തെ രോഗങ്ങളൊക്കെ നമ്മൾ രോഗാണുക്കൾ ഉണ്ടാക്കുന്ന രോഗങ്ങളാണ്. നമ്മൾ സാംക്രമിക രോഗങ്ങൾ എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഇൻഫെക്ഷ്യസ് ഡിസീസ് എന്ന് ഇംഗ്ലീഷിൽ പറയും. ഇത് നമുക്ക് ആ രോഗാണുക്കളെ തടുത്ത് മാത്രമാണ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുക. അതൊരു എപ്പിസോഡ് ഇതേപോലെ വന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഈ കാലത്ത് കോവിഡ് വന്നിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. നേരെ മറിച്ച് ഈ ഹൃദ്രോഗം ഇന്ന് ഏറ്റവും കൂടുതൽ മരണത്തിന് കാരണമാകുന്ന ഹൃദ്രോഗം വരുന്നതിൻ്റെ കാരണങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അത് ജീവിതശൈലി രോഗങ്ങളാണ്. ജീവിതശൈലി രോഗങ്ങളുടെ എന്ന് വെച്ചാൽ ഇതിൻ്റെ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഒന്നാമതായി പറയുന്നത് പ്രമേഹ രോഗമാണ്, രണ്ടാമതായി പറയുന്നത് ഹൈ ബ്ലഡ് പ്രഷറാണ്, മൂന്നാമതായി പറയുന്നത് ഹൈ കൊളസ്ട്രോളാണ്, നാലാമതായി പറയുന്നത് ഒബീസിറ്റി എന്ന് വെച്ചാൽ പൊണ്ണത്തടി, അമിതഭാരം, അഞ്ചാമതായി പറയുന്നത് എക്സസൈസ് ഇല്ലായ്മ, ആറാമതായി പറയുന്നത് സ്ട്രെസ്സ്, മാനസിക പിരിമുറുക്കം, ഏഴാമതായി സ്മോക്കിംഗ്. ഇത് ഓർഡർ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസം ഉണ്ടാവും കേട്ടോ, ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് അങ്ങനെ കയറ്റിയെന്ന് മാത്രം. പിന്നെ പറയുന്നത് ഫാമിലി ഹിസ്റ്ററി. അപ്പോൾ നിങ്ങൾ നോക്കൂ, ഈ സംഗതികളിൽ ഏതെങ്കിലും ഒന്നില്ലാതെ സാധാരണ നമ്മൾ ഹാർട്ട് അറ്റാക്ക് കാണാറില്ല. ഇതില്ലാതെയും വരാം ജനറ്റിക്കലായിട്ട്, അല്ലെങ്കിൽ പ്രായം, ഏജും ഒരു കാരണമാണ്. ഇപ്പം ചില ആൾക്കാർ പറയും ഒരു പ്രശ്നമില്ലായിരുന്നു എന്താ വന്നത്. അതൊരു പ്രായം വരുമ്പം ഈ മനുഷ്യനെ സൃഷ്ടിച്ചത് തന്നെ ഒരു പ്രായം വരെ നിൽക്കാനാണ്. നമ്മൾ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ട് കാര്യമില്ല. ചില ആളുകൾ അങ്ങനെ പറയും, അല്ല ഒരു പ്രശ്നമില്ലായിരുന്നു ഡോക്ടർ, പിന്നെ എന്താ അങ്ങനെ വന്ന്. നമ്മളോട് ഇങ്ങനെ ചോദ്യം ചോദിക്കും, മുപ്പർക്ക് ഒരു പ്രശ്നമില്ല, പക്ഷേ 75 വയസ്സ് 80 വയസ്സായി. അത് പ്രകൃതിയുടെ നിയമമാണ്, ദൈവത്തിൻ്റെ നിയമമാണ്, ഇത്ര കാലം നിന്നാൽ മതിയെന്ന്. ഇതിൻ്റെ മാനുഫാക്ചറർ അതിൻ്റെ വാറണ്ടി കൊടുത്തതിന് എത്ര സമയം, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മൾ അതിനെ പ്രതീക്ഷിക്കുന്നത് ശരിയല്ല. അപ്പോൾ എന്ന് പറഞ്ഞ പോലെ ഇതൊന്നുമില്ലാതെയും വരാമെന്നുള്ളതിന് ഉദാഹരണം പറഞ്ഞത് മാത്രം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതിൽ അധികം എണ്ണവും നമ്മുടെ ജീവിതശൈലി രോഗങ്ങളാണ്. ഒന്ന് പ്രമേഹം, പ്രഷർ, കൊളസ്ട്രോള്, ഓവറായിട്ടുള്ള വെയിറ്റ്, സ്മോക്കിങ്. ഇതൊക്കെ നമ്മൾ അറിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ, അതിനെ കൺട്രോൾ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് അതിനെ ഒരു അളവ് വരെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ രണ്ട് സംഗതിയാണ് നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്നത്. ഒന്ന് ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ വാപ്പയിൽ നിന്ന്, നമ്മുടെ പാരൻസിൽ നിന്ന് നമുക്ക് വന്ന, ഉമ്മയിൽ നിന്ന് നമുക്ക് വന്ന ജീൻ, അത് നമുക്ക് മാറ്റാനുള്ള ഇതായിട്ടില്ല. ഇപ്പോൾ റിസർച്ച് ലെവലിൽ ജീൻ തെറാപ്പിയൊക്കെ റിസർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നേ വരെ നമ്മുടെ വാപ്പൻ്റെയും ഉമ്മൻ്റെയും ജീന് നമുക്ക് കിട്ടിയത് നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ നമുക്കതിനൊരു റിസ്ക് ഫാക്ടർ ഉണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ ഞാൻ ശ്രമിച്ചിട്ട് എനിക്കും മാറ്റാൻ പറ്റാത്ത സംഭവം എന്താണെന്ന് വെച്ചാൽ അതിൽ സ്ട്രെസ്സാണ്, ടെൻഷൻ. ഇന്ന് ടെൻഷൻ ഇല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അവരെ കയ്യിൽ നിന്ന് എനിക്ക് അഡ്വൈസ് എടുക്കേണ്ടതുണ്ട്, എനിക്ക് എൻ്റെ ഒരു ടെൻഷനൊന്ന് കുറയ്ക്കാൻ. കാരണം ഇന്ന് ടെൻഷൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. ടെൻഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ മൂപ്പർക്ക് എന്തോ തകരാറുണ്ടെന്ന് അർത്ഥം, ഉറപ്പാണ്. മനുഷ്യൻ ജീവിച്ചിരിക്കുന്നതിന്, ജോലി ചെയ്ത് ജീവിക്കുന്നുണ്ടെങ്കിൽ ഏത് ഫീൽഡിലാണ്. ഒരു LKG പോകുന്ന കുട്ടിക്ക് പോലും സ്ട്രെസ്സാണ്. ഇന്നിപ്പോൾ പീഡിയാട്രിക് മറ്റേ ഇവരൊക്കെ കൗൺസിലിങ്ങും, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കൗൺസിലിങ്ങും സൈക്കോതെറാപ്പിയൊക്കെ ഏറ്റവും കൂടുതൽ കൂടി വരുന്ന ഒരു മേഖലയാണ്. എല്ലാവർക്കും സ്ട്രെസ്. ആരെ സ്ട്രെസ് ഇല്ലാത്ത ആളുകളുണ്ടെങ്കിൽ കൈവക്കുക എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ എനിക്ക് അഡ്വൈസ് എടുക്കണം ക്ലാസ് കഴിഞ്ഞ്. കാരണം ഞാൻ നോക്കിയിട്ട് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാധനം അതാണ്. പിന്നെ നമ്മളെ പാരൻസിനെ, ഉമ്മനും വാപ്പനെയും നമുക്ക് മാറ്റാനും പറ്റില്ല. ഈ രണ്ട് സംഗതി ഒഴിച്ചാൽ ബാക്കി എല്ലാ സംഗതി നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ ഷുഗർ, അത് നമ്മൾ മനസ്സിലാക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ചാൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് കൂടുതൽ ഉണ്ടാകുമ്പോൾ കൂടുതൽ റിസ്ക്കാണ്. ഒരു ഉദാഹരണത്തിന് നമ്മുടെ സ്ട്രോങ് ഫാമിലിസ്റ്റ്, ഉമ്മയും അറ്റാക്കായി മരിച്ചു, വാപ്പയും അറ്റാക്കായി മരിച്ചു, ജ്യേഷ്ഠനും അറ്റാക്കായി മരിച്ചു. അപ്പോൾ നമുക്ക് റിസ്ക് അധികം ഉണ്ടെന്നുള്ള ഉറപ്പായി. നമ്മൾക്ക് പുകവലി ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ റിസ്ക് എന്തായി? അതിൻ്റെ 10 മടങ്ങായി. നമുക്ക് ഷുഗറും പ്രഷറും കൊളസ്ട്രോളും പുകവലിയും കൂടി ഉണ്ടെങ്കിൽ ഭയങ്കര റിസ്ക്കായി. അപ്പോൾ നമ്മുടെ ഈ റിസ്ക് വരുന്നത് എന്താ വെച്ചാൽ ഈ റിസ്ക് ഫാക്ടേഴ്സ് എത്ര ഉണ്ട് അനുസരിച്ചാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഈ റിസ്ക് ഫാക്ടേഴ്സ് വന്നതുകൊണ്ട് നമുക്ക് പ്രശ്നം വരുന്നില്ല. ഈ റിസ്ക് ഫാക്ടേഴ്സ് നമ്മൾ കൺട്രോൾ ചെയ്യാതിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് പ്രശ്നം വരുന്നുള്ളൂ. അപ്പോൾ നമ്മളെ ഫാമിലി ഹിസ്റ്ററിയിൽ ഭയങ്കര സ്ട്രോങ് ഇതുണ്ട്, നമുക്ക് പ്രമേയമുണ്ട്, പ്രഷറൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ സ്ട്രോങ് ആയിട്ട് നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ നോക്കണം. ഞാൻ ഇതിൻ്റെ മുമ്പ് നല്ലൊരു ടോക്ക് കൊടുത്തിരുന്നു, അത് കുറേ ഒരു വൈറലായിട്ടുള്ളൊരു ടോക്ക് ഉണ്ട്. നമ്മൾ ഈ ഡോക്ടേഴ്സ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഈ ഒരു റിസ്ക് ആയിട്ട് നിങ്ങൾ വന്നാൽ ഒരു ഗുളിക തരും. ഒരു ഗുളിക കൊണ്ട് അത് കൺട്രോൾ ആയിട്ടില്ലെങ്കിൽ ഒരു ഗുളികയും കൂടി ആഡ് ചെയ്തിട്ട് 2 ഗുളിക വരും. നിങ്ങൾ രണ്ടാമത്തെ റിസ്ക് ഫാക്ടറിന് അതിനൊരു ഗുളിക വരും. അപ്പോൾ ഈ 10 പ്രശ്നമായിട്ട് നിങ്ങൾ വന്നാൽ 10ഓ 15ഓ ഗുളിക ഡോക്ടർമാർ എഴുതും. നമ്മളെന്താ ചെയ്യേണ്ടത്? ഡോക്ടർമാരുടെ അടുത്തേക്ക് ഈ റിസ്ക് കുറച്ചിട്ട് പോകുക, അല്ലെങ്കിൽ ഈ റിസ്ക് എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്ന് നോക്കുക എന്നുള്ളതാണ്. കാരണം ഈ റിസ്ക് ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് കുറയ്ക്കാൻ നമ്മുടെ ജീവിതശൈലിയിൽ മാറ്റങ്ങൾ വരുത്തിയാൽ മതി. നമ്മൾ പറഞ്ഞ പോലെ മിതമായിട്ടുള്ള ഭക്ഷണം, മിതമായിട്ടുള്ള ഇത് എല്ലാത്തിലും മിതത്വം പാലിച്ചാൽ മതി.
ചില ആളുകളുണ്ട് ഭയങ്കര രസമാണ്. ഇപ്പോൾ ഇതൊക്കെ ജീവിതശൈലി രോഗമാണ്. നമുക്ക് അറിയാമല്ലോ, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നമ്മൾ കോഴിക്കോട്ടേക്ക് അത്യാവശ്യം ഭക്ഷണം കഴിക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ ഈ ഭക്ഷണം കൊണ്ട് ഞാൻ ആക്ച്വലി എൻ്റെ ഒരു പേഷ്യൻറ്റിനോടും ഒരു ഭക്ഷണവും കഴിക്കരുതെന്ന് ഞാൻ പറയാറില്ല. എന്നിട്ട് പേഷ്യൻസിൻ്റെ ഭാര്യമാർക്ക് ഭയങ്കര അത്ഭുതം, സാറേ നിങ്ങളിങ്ങനെ പറഞ്ഞിട്ടില്ലെങ്കിൽ മൂപ്പര് ഭയങ്കര കഴിക്കുന്ന ആളാണ്, നിങ്ങൾ പറഞ്ഞിട്ടില്ലെങ്കിൽ മൂപ്പര് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, അതുകൊണ്ട് നിങ്ങളൊന്ന് സ്ട്രോങ് ആയിട്ട് പറയണം, അത് കൊടുക്കാം. കുറേ പേഷ്യൻസിന് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ പട്ടിണിയോ ഒന്നും കൊടുക്കില്ല. അങ്ങനെയുണ്ട്. ആക്ച്വലി അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ എക്സ്ട്രീംസ് ഒഴിവാക്കിയിട്ട് മിതത്വം പാലിക്കുക എന്നുള്ളതാണ് പറയുന്നത്. നമുക്ക് ആക്ച്വലി പറയുകയാണെങ്കിൽ നമുക്ക് നോൺ വെജ് കഴിക്കുന്നതിന് പ്രശ്നമില്ല, മട്ടൺ കഴിക്കുന്നതിന് പ്രശ്നമില്ല, ചിക്കൻ കഴിക്കുന്നതിന് പ്രശ്നമില്ല, മുട്ട കഴിക്കുന്നതിന് പ്രശ്നമില്ല, ഒന്നും പ്രശ്നമില്ല. പക്ഷേ നമ്മളത് കഴിക്കുന്ന ക്വാണ്ടിറ്റിയും അതിൻ്റെ ഫ്രീക്വൻസിയും കൂടാൻ പാടില്ല. നമുക്കിപ്പോൾ ഒരു സ്വഭാവമുണ്ട്. ഇപ്പോൾ നമ്മളിന്നിപ്പോൾ ഞായറാഴ്ച ആണെങ്കിൽ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊരു 3-4 കല്യാണം ഉണ്ടാവും. നമ്മളെന്ത് ചെയ്യും? ഈ 4 സ്ഥലത്തു നിന്ന് ഓൻ എന്തെങ്കിലും വിചാരിക്കില്ല, എന്നിട്ട് 4 സ്ഥലത്തു നിന്ന് നമ്മൾ ബിരിയാണി അടിക്കുക. അപ്പോൾ എന്തായി? ഒരു ഞായറാഴ്ച 4 ബിരിയാണിയായി. നമ്മൾ അതിന് ബദൽ ആക്ച്വലി ഒരു സ്ഥലത്ത് നിന്ന് കഴിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. അവന് സങ്കടം വരണ്ട. അവൻ്റെ അടുത്ത് നിന്ന് കഴിച്ചു എന്ന് പറയണ്ടല്ലോ, കഴിച്ചു എന്ന് പറഞ്ഞാൽ മതി. എന്നാൽ പിന്നെ കളവും പറയേണ്ട ആവശ്യമില്ല. അപ്പം നമ്മുടെ വയറിനെ ആലോചിച്ച് നമ്മുടെ ശരീരത്തിന് ആലോചിച്ച് ഒരു നേരം കഴിച്ച്. ഞാൻ ആക്ച്വലി ഹാർട്ട് അറ്റാക്ക് വന്ന പേഷ്യൻസിനോട് പോലും ഞാൻ ബിരിയാണി കഴിക്കാൻ പാടില്ല എന്ന് പറയാറില്ല, ചിക്കൻ കഴിക്കാൻ പാടില്ല, ഫിഷ് കഴിക്കാൻ പാടില്ല. ഞാൻ പറയും ഈ ഹാർട്ട് അറ്റാക്ക് വന്ന ആൾ മൂപ്പര് കുറേശ്ശൊക്കെ കഴിച്ചോട്ടെ. കാരണം മൂപ്പര് നമ്മുടെ നോട്ടത്തിലുള്ള, നമ്മുടെ കൺട്രോളിലുള്ള, മൂപ്പരെ കൊളസ്ട്രോൾ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്, മൂപ്പരെ പ്രഷർ ചെക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരും ഒന്ന് കുറച്ചാളി ബിരിയാണിയൊക്കെ കഴിക്കണത്. കൂടെ വന്ന മക്കളോടൊക്കെ പറയും നിങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഭക്ഷണമൊക്കെ ഒന്ന് കുറച്ച്. അത് പറയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. പക്ഷേ ശരിക്കും അതാണ് സത്യം. നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ മാതിരിയാണ്, ഹാർട്ട് അറ്റാക്ക് വരുന്നതിൻ്റെ തലേ ഞായറാഴ്ച 4 ബിരിയാണി കഴിച്ചിട്ടുണ്ടാവും 4 കല്യാണത്തിൽ നിന്ന്. പിറ്റേ ബിരിയാണി പിന്നെ ഒരു 2 കൊല്ലത്തിന് ഉപരി ബിരിയാണിയെ കഴിക്കില്ല, കാരണം വീട്ടുകാർ കൊടുക്കൂല. അങ്ങനെയല്ല വേണ്ടത്. ശരിക്ക് പടച്ചോൻ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ നിങ്ങളുടെ വയറിൻ്റെ 1/3 ഭക്ഷണവും 1/3 വെള്ളവും 1/3 ഫ്രീ ഇടാണ്, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കഴിച്ചോളെന്ന് ഞാൻ പറയും. എന്നാൽ പിന്നെ വേറെ ഒന്നും വേണ്ട. ഇപ്പം നമ്മളിപ്പോൾ എല്ലാവരും പറയും റെഡ് മീറ്റ്, മറ്റേ മട്ടൻ എന്തായാലും പാടില്ല, കുഴപ്പമാണ്, ചിക്കൻ കുഴപ്പമില്ല. ഈ നിങ്ങൾ ഹിസ്റ്ററി എടുത്തു നോക്കി, ചരിത്രം എടുത്തു നോക്കിയാൽ ഈ ലോകത്ത് വന്ന പ്രവാചകന്മാരിൽ അധികം ആൾക്കാരും ഇടയന്മാരായിരുന്നു, ആട്ടിടയന്മാരായിരുന്നു. അവരൊക്കെ കഴിച്ച ഏറ്റവും കൂടുതൽ പ്രവാചകന്മാർ കഴിച്ച ഇറച്ചി എന്താണെന്ന് ചോദിച്ചാൽ മട്ടനായിരിക്കും, അല്ലേ? അന്നൊക്കെ ചിക്കൻ കഴിക്കാറുണ്ടായിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ മട്ടനെ എന്താ പറയുക പ്രോത്സാഹിപ്പിക്കുകയല്ല, ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്ത് കഴിക്കുന്നു എന്നുള്ളത് മുഖ്യമാണ്. പക്ഷേ അതിനേക്കാളും മുഖ്യം അതിൻ്റെ ക്വാണ്ടിറ്റി എന്നാണ്. നിങ്ങൾ 1/3 കഴിക്കുന്നുള്ളൂ വയറുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിതൊന്നും കഴിക്കുന്നതിന് പ്രശ്നമില്ല. പക്ഷേ നമ്മുടെ ഒരു സ്വഭാവം ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ആദ്യത്തെ കല്യാണപ്പരിയിൽ തന്നെ നമ്മൾ ഇവിടെ വരെ കഴിക്കും, പിന്നെ സ്ഥലമില്ലല്ലോ, പിന്നെ കുറച്ച് കഴിയുമ്പോൾ ലേശം ഒന്ന് ഇളകി ഒന്ന് ദഹിച്ചിട്ട് പിന്നെ വീണ്ടും നമ്മൾ ഇവിടെ വരെ കഴിക്കും. അതുകൊണ്ടാണ് ഇത് പ്രശ്നമാകുന്നത്. അപ്പം നമ്മൾ കഴിക്കുന്ന അളവും അതിൻ്റെ ഫ്രീക്വൻസിയുമാണ് മോർ ഇമ്പോർട്ടൻറ്റ്. പിന്നെ ഞാൻ ഭക്ഷണം ഒരുപാട് കഴിക്കാൻ പ്രൊമോട്ട് ചെയ്യുന്ന ആളല്ല. നിങ്ങൾ എത്രയും കുറച്ച് കഴിച്ചാൽ അത്രയും നല്ലതാണ്. നിങ്ങളുടെ എന്താണ് ഒരു ഹദീസ് ഉണ്ടല്ലോ ഫേമസ് ആയിട്ടുള്ള, ഒരു മോശമായ ഒരു പാത്രമുണ്ട്, ഏറ്റവും മോശമായ പാത്രം വയറാണ്, അതിൽ നിങ്ങളെല്ലാം നിറയ്ക്കുന്നു പറഞ്ഞിട്ടൊരു ഹദീസ് ഉണ്ട്. എനിക്ക് അതിൻ്റെ വിശദമായിട്ട് അറിയാത്തതുകൊണ്ട് ഞാൻ അധികമായി പറയുന്നില്ല. എന്ന് പറഞ്ഞ പോലെ അതിനെ നമ്മൾ വളരെ മോശമായി ഇങ്ങനെ എപ്പോഴും നിറച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജീവിതശൈലി രോഗങ്ങളുണ്ട്. പിന്നെ ഈ ഭക്ഷണത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹൈലി സബ്ജക്റ്റീവാണ്. എന്ന് വെച്ചാൽ ഈ ഒരാൾക്ക് വേണ്ട ഭക്ഷണമല്ല ഈ ഒരാൾക്ക് വേണ്ടത്. ഒരാൾ നല്ല ആക്റ്റീവായിട്ട് അധ്വാനിക്കുന്ന ആളാണെന്ന് വെച്ചോളൂ, അയാൾ കലോറി കുറേ ബേൺ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അയാൾ കുറച്ച് കൂടുതൽ കഴിച്ചാൽ കുഴപ്പമില്ല. നേരെ മറിച്ച് വെറുതെ AC റൂമിൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് കമ്പ്യൂട്ടറിൽ തട്ടിക്കൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ മൊബൈൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾ ഒരുപാട് കഴിക്കാൻ പാടില്ല. കാരണം അയാൾ ഉപയോഗിക്കുന്നില്ലല്ലോ, അയാൾ എനർജി ഉപയോഗിക്കുന്നവർക്ക് കൂടുതൽ കഴിക്കാം. അപ്പോൾ അതുകൊണ്ട് ഈ ഭക്ഷണത്തിൻ്റെ കാര്യം ശരിക്കും അതിൻ്റെ വേറെ ക്ലാസ് എടുക്കണം. ചുരുക്കി പറയുകയാണെങ്കിൽ മിതത്വം പാലിക്കുക എന്നുള്ളതാണ് ഭക്ഷണത്തിൽ നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം. രണ്ടാമത്, പടച്ചോനെ ഹറാമാക്കാത്ത കാര്യം ഞാൻ ഹറാമാക്കാൻ തയ്യാറുമല്ല. കാരണം ഇതൊക്കെ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഹറാമാക്കുമായിരുന്നു. പക്ഷേ പടച്ചോൻ പറഞ്ഞ പോലെ 1/3 വയറ് നിറച്ച് കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ കഴിക്കാമെന്നുള്ളതാണ്. അപ്പോൾ ഈ നമ്മുടെ ജീവിതശൈലിയും നമ്മുടെ ഭക്ഷണവും ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഈ പ്രമേയ രോഗം, പ്രഷർ, കൊളസ്ട്രോള്, പൊണ്ണത്തടി, പിന്നെ വ്യായാമമില്ലായ്മ, നമ്മൾ അധ്വാനിക്കുന്നില്ല ഇന്നത്തെ കാലത്ത്, പിന്നെ പുകവലി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ രീതിയിൽ കൂടി നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള ആ ഒരു ഇമ്പോർട്ടൻറ്റ് മെസ്സേജാണ്. ഇതിൻ്റെ മുമ്പുള്ള സ്ലൈഡുകളൊക്കെ ഭയങ്കര രസകരമായ സ്ലൈഡാണെങ്കിലും ഈ സ്ലൈഡിലാണ് നിങ്ങൾക്കുള്ള മെസ്സേജ് കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പം നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറയുന്ന രോഗങ്ങൾ, അല്ലെങ്കിൽ ഹൃദ്രോഗം ഉണ്ടാകാൻ സാധ്യത ഉണ്ടാക്കുന്ന ഈ റിസ്ക് ഫാക്ടേഴ്സിനെ പ്രിവെൻറ്റ് ചെയ്തുകൊണ്ട് ഹൃദ്രോഗം നമുക്ക് നല്ലൊരു പങ്ക് വരെ നമുക്ക് തടയിടുവാൻ പറ്റുമെന്നുള്ള ആ ഒരു മെസ്സേജും പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ക്ലാസ് കേട്ടതിന് നന്ദിയും പറഞ്ഞുകൊണ്ട് എന്നെ ഇതിന് ഇൻവൈറ്റ് ചെയ്ത
കെയർ ഹോമിൻ്റെ ഭാരവാഹികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സാം വലൈക്കും വാഹമത്തുള്ളാഹി.